നമുക്ക് വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾ മതത്തിലുള്ളതിനെ ഒന്ന് സ്തുതിക്കുന്ന കർത്താവേ. യേശുവേ, അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങള് ഏതൊരു ദേശത്തിലെ കർത്താവെ, ഞങ്ങൾ ഇവിടെ ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ അവിടുന്ന് കൂട്ടിച്ചേർത്തു കർത്താവെ. അത് കർത്താവെ ഞങ്ങളില് ഫുൾഫിൽ ചെയ്യണം, ഞങ്ങളിൽ നിറവേറ്റണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെയും സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അവിടുത്തെ ഹൃദയത്തില് കർത്താവ് ഞങ്ങളോട് സംസാരിക്കുവാന് കർത്താവെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കർത്താവെ ഈ വചനം, ആ വചനത്തിന്റെ ജീവൻ, ആ ജീവനും ആത്മാവാകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക്, അത് അനുസരണത്തിന്റെ ഒരു വെളിപ്പാടിന്റെ അനുഭവത്തിന്റെ തലത്തിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് അത് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് തന്നെ കർത്താവെ വചനം ഞങ്ങൾക്ക് പങ്കിട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആ അപ്പം വിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത് അവരുടെ കണ്ണുകളെ തുറന്നതുപോലെ യേശുവേ, അവിടുത്തെ വചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തില് ആത്മാവിൽ ആ വചനത്തെ ഗ്രഹിക്കുമ്പോൾ കർത്താവെ, സ്വീകരിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങൾക്ക് വലിയൊരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും, ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറന്ന് ഞങ്ങൾക്ക് യേശുവിനെ കാണുവാനും കർത്താവെ, ഞങ്ങള് അധികം ആഴത്തിലുള്ള ഒരു മാനസാന്തരത്തിലേക്ക് വരുവാനും, ഞങ്ങള് കർത്താവെ അധികം വിശുദ്ധിയിലേക്ക്, അധികം വേർപാടിലേക്ക് കർത്താവ് അധികമായിട്ട് കർത്താവിൻ്റെതായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുനഃഹൃദയത്തോടെ കർത്താവെ അധികം സ്നേഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ ആ ഇൻകറപ്റ്റബിൾ ലവോടുകൂടി കർത്താവെ, ആ ക്ഷയമില്ലാത്ത അക്ഷയമായ ആ സ്നേഹത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ നിറവോടെ അവിടുത്തെ സ്നേഹിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരവും അതുപോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനം അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ടെല്ലാം കർത്താവ് ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ, അവിടുത്തെ ചുറ്റും ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങളെ ഉണർത്തണം കർത്താവെ. ഞങ്ങൾക്ക് ജീവനം, സമൃദ്ധമായ ജീവനം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 1 വാക്യം വരെ നമ്മളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. നമുക്കറിയാം, കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള അന്ത്യത്താഴം കഴിക്കുന്നതും അതിനുശേഷം യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്ന രംഗവും ബാക്കിയുള്ള 11 ശിഷ്യന്മാരുടെ കർത്താവ് മത്തായി 13:31 മുതൽ 14 അധ്യായം, 15 അധ്യായം, 16 അധ്യായം എല്ലാം കർത്താവ് ദീർഘ സംഭാഷണം. അതിനുശേഷം 17 അധ്യായത്തിലെ കർത്താവിന്റെ ആ ഒരു മഹാപുരോഹിത പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. 18 അധ്യായത്തിൽ കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക് കയറുന്നു. അവിടെ കർത്താവ് ശിഷ്യന്മാരും ഒത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ 3 ശിഷ്യന്മാരൊത്ത്, പത്രോസിനോട്, യാക്കോബിന്, യോഹന്നാനോട് ഒത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ വിവരണങ്ങളൊക്കെ ബാക്കിയുള്ള സുവിശേഷങ്ങളിലും, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് മഹാപുരോഹിതന്മാരും റോമൻ പട്ടാളക്കാരും എല്ലാവരുമായിട്ട് യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വരുന്നതും, ചുംബനം ചെയ്ത് ഒറ്റിക്കൊടുക്കുന്നതും, പത്രോസ് ഒരു സേവകന്റെ ഒരു റോമൻ അവിടെ ആ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി അറുത്ത് കളയുന്നതും, യേശു കർത്താവ് അതിനെ ചെവി സൗഖ്യമാക്കുന്നതും, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അന്നാസിന്റെ അടുക്കിലേക്ക്, അന്നത്തെ മഹാപുരോഹിതൻ ഒഫീഷ്യലായിട്ട്, അത് ഔപചാരികമായിട്ട് പറഞ്ഞ കയ്യഫാവായിരുന്നുവെങ്കിലും അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് ഹന്നാസ് ആയിരുന്ന, അന്നാസ് എന്ന് പറയുന്ന ആ പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹന്നാവ് എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അന്നാസ്. അപ്പൊ ആ ഹന്നാവിന്റെ അടുക്കിലേക്ക് ആണ് ആദ്യം കൊണ്ടുപോകുന്നേ. പിന്നെ കർത്താവിനെ കെട്ടപ്പെട്ടവനായിട്ട് തന്നെ അവിടെ റോമൻ പട്ടാളം കർത്താവിനെ യോഹന്നാൻ 18:12 തന്നെ കർത്താവിനെ പിടിച്ചു കെട്ടി ആദ്യം ഹന്നാവിന്റെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ഹന്നാവായിരിക്കണം അതിന്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുമ്പം ഭോഷ്കിന്റെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാല് പിശാചിന്റെ ഏറ്റവും വലിയ ഭോഷ്ക്. പിശാച് എങ്ങനെങ്കിലും ദൈവത്തിന്റെ പദ്ധതികളെ തടയിടാൻ നോക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള മനുഷ്യന് വേണ്ടിയുള്ള ആ വലിയൊരു പദ്ധതി അവിടെ ക്രൂശിൽ നിറവേറുകയായിരുന്നു. പിശാചിന്റെ ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യങ്ങളെ ദൈവം ഏറ്റവും നന്മയ്ക്കായിട്ടാക്കി തീർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമ്മുടെ കർത്താവിന്റെ ക്രൂശിമരണം. പിശാച് പിശാച് ചരിത്രത്തിലേക്ക് വെച്ച് ചെയ്ത ഏറ്റവും ഹീനമായ കൃത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിഷ്കളങ്കനായ മനുഷ്യപുത്രനെ, നിഷ്കളങ്കനായ യേശു കർത്താവിനെ ഏറ്റവും ക്രൂരമായിട്ട് ക്രൂശിച്ചു കൊന്നു എന്നുള്ളതാണ് പിശാച് ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യം. എന്നാൽ പിശാച് ചെയ്ത ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യത്തെ ദൈവപിതാവ് ഏറ്റവും നന്മയ്ക്കായിട്ടാക്കി തീർത്തു. ഏറ്റവും മനുഷ്യരാശിക്ക് ദൈവം കൊടുത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഏതാണ്? ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താ? യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിന്റെ ആ ക്രൂശുമരണം നമ്മളെ രക്ഷയ്ക്ക് കാരണമായിട്ടുള്ള കർത്താവിന്റെ ക്രൂശുമരണമാണ് ഈ പ്രപഞ്ചത്തിലേക്കും വെച്ച്
ഏറ്റവും നല്ല കാര്യമായിട്ട് ഭാവിച്ചത്. അത് പിശാച് ചെയ്ത ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യം ദൈവപിതാവ് ഏറ്റവും നല്ലതാക്കി തീർത്തു. ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കുന്നു എന്ന് റോമർ 8:28 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സാഗ്ബറിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു ഉദാഹരണം. അതായത് പിശാച് ചെയ്ത ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കാര്യം ദൈവം ഏറ്റവും നല്ലതാക്കി തീർത്തു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യം ഒരുപക്ഷെ വേറെ ആരും അറിയരുത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപം, എന്തെങ്കിലും ഒരു വീഴ്ച, എന്തെങ്കിലും ഒരു അബദ്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വല്ലാത്തൊരു കെണിയിൽ നമ്മൾ അകപ്പെട്ടതോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാക്കി തീർക്കുവാന്, അത് ഏറ്റവും നന്മയ്ക്ക് കാരണമാക്കി തീർക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏറ്റവും മോശപ്പെട്ട കാര്യത്തിലൂടെ ആയിരിക്കും നമ്മൾ ഏറ്റവും അധികം കർത്താവിനോട് നുറുക്കപ്പെട്ട്, നമ്മൾ ഹമ്പിൾഡ് ആയിട്ട്, നമ്മൾ നുറുക്കപ്പെട്ട് നമ്മളുടെ ആ ഒരു സ്വയബലം എല്ലാം ഏറ്റവും തകരുന്നത് ആ ഏറ്റവും മോശപ്പെട്ട കാര്യത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട വീഴ്ചയായിരിക്കും. ഒരു പക്ഷേ പത്രോസ് തിരിഞ്ഞു നോക്കുമ്പം ആ ക്രൂശിക്കപ്പെട്ടതിന്റെ തലേദിവസം രാത്രിയിൽ പത്രോസ് 3 തവണ തള്ളി പറഞ്ഞതായിരിക്കും പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് ചിലപ്പം മറക്കാൻ ആഗ്രഹിച്ച അതുപോലെ വലിയൊരു ഹീനമായിട്ടുള്ള ഒരു ലജ്ജാവഹമായിട്ടുള്ള ഒരു പാപം. എന്നാ അത് പത്രോസിനെ നുറുക്കാനായിട്ട് ദൈവം അത് ഏറ്റവും നല്ലൊരു ഒരു ചാലകമായിട്ട്, ഒരു ഫാക്ടറായിട്ട്, ഒരു ഘടകമായിട്ട് ആക്കി തീർത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും മോശപ്പെട്ട കാര്യം ദൈവം നന്മയ്ക്കായിട്ട് ആക്കി തീർക്കുന്നു നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ആ നന്മ എന്ന് റോമർ 8:28 നമുക്ക് ഇവിടെ ഒരു വിരൽ വെച്ചിട്ട് റോമർ 8:28 നമുക്ക് ഒരുപക്ഷെ മിക്കവർക്കും അറിയാവുന്ന വാക്യങ്ങളാ, എന്നാൽ പുതിയ സൗകര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് റോമർ 8-ാമത്തെ വാക്യം നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പം എന്താ ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ മുൻ നിർണയം എന്തായിരുന്നു? എന്താ ദൈവത്തിന്റെ നിർണയം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചാലും, എന്താണ് ഈ നന്മ? എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം, ചിലര് കാഷ്വലായിട്ടൊക്കെ പറയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അങ്ങനെ നന്മയ്ക്കായിട്ട്. എന്നാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നന്മ, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി എന്നുള്ളത് ഒരു പക്ഷേ ഭൗതികമായിട്ടുള്ള നിലയിൽ അതിന് നന്മയായിരിക്കാം. പക്ഷെ ദൈവത്തിന് ആത്യന്തികമായിട്ടുള്ള നന്മ എന്താണെന്ന് അതിന്റെ തൊട്ടടുത്ത വാക്യത്തിലാണ്, റോമർ 8:29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ നിർണയം എന്താണെന്നും ആ നിർണയപ്രകാരം നമ്മൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ആ നിർണയത്തിലേക്ക് തന്നെ നമ്മളും ആ നിർണയം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ നിശ്ചയം അല്ലെങ്കിൽ തീരുമാനം, അത് ദൈവത്തിന്റെ ഹിതമാണ്. ആ ഹിതത്തിലേക്ക് നമ്മളുടെ സ്വന്തം ഹിതത്തെ അടിയറവ് പറഞ്ഞ് നമ്മള് ആ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ, കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കർത്താവിനെ സ്നേഹിപ്പാനായിട്ട് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ഒരെണ്ണമായിട്ട് ചിലപ്പോൾ നന്മയായിട്ട് നമുക്ക് തോന്നത്തില്ലായിരിക്കും. എല്ലാം കൂടെ ചേരുമ്പോൾ അത് ദൈവം നന്മയ്ക്കായിട്ട് ആക്കി തീർക്കുന്നു. എന്ത് നന്മയാന്ന് ചോദിച്ചാൽ, അവൻ അതിന്റെ 29 വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മുൻ നിർണയം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ യേശുവിനെ പോലെ യേശുവിന്റെ സ്വരൂപത്തോട്, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുക, യേശുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ ആക്കി തീർക്കുന്നതിന് വേണ്ടി അതിന് ഏറ്റവും തടസ്സമായിട്ട് നമ്മളിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു സ്വയജീവൻ, ഞാൻ എന്നുള്ള ഒരു ഭാവം. അപ്പൊ അതൊന്ന് തകർക്കാനായിട്ടാണ് ദൈവം നമ്മളെ പല വീഴ്ചകളും താഴ്ചകളും, ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ചില തിന്മയായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. അവരെന്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തു, അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവരെനിക്ക് ഇങ്ങനെ പാരപണിതു. അപ്പൊ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന ആ കാര്യം, അല്ലെങ്കിൽ ചില മരണങ്ങളായിരിക്കാം, ചില രോഗാവസ്ഥകളായിരിക്കാം, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ എന്തെങ്കിലും വീഴ്ചകളോ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യം അതാണ് യഥാർത്ഥത്തില് നമ്മെ ഏറ്റവും അധികം ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാനായിട്ട്. യേശുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നെ നുക വെച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവാൻ കർത്താവിന്റെ ആ ഒരു സൗമ്യതയിലേക്ക്, താഴ്മയിലേക്ക്, കർത്താവിന്റെ ആ താഴ്മയിൽ നിന്നാണ് ബാക്കി എല്ലാ ഗുണഗണങ്ങളും വരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളെ ആ സ്വഭാവത്തോട്, ആ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യവും
കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുത്ത, പക്ഷെ നമ്മളുടെ നിർണയം തന്നെ, എന്റെ നിർണയം തന്നെ എന്റെ ജീവിതത്തിൽ നടക്കണം, ഞാൻ വിചാരിച്ചോണെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടം പോലെ എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുവാണെങ്കിൽ ദൈവത്തിന് നന്മയ്ക്കായിട്ടൊന്നും വ്യാപരിപ്പിക്കാൻ ഒക്കത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടേതായ പല നിർണയങ്ങളും നമ്മളുടേതായ പല ഞാൻ വിചാരിച്ചു കൊടുക്കുക അങ്ങനെ കാര്യങ്ങൾ നടക്കും. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ഞാൻ കരുതുന്നില്ല, ദൈവത്തിന്റെ വചനം എന്താ പറയുന്നതെന്ന് ഞാൻ നോക്കുന്നില്ല. എന്റെ ഇഷ്ടം പോലെ, എന്റെ ധാർഷ്ട്യത്തിനനുസരിച്ച്, എന്റെ ധിക്കാരത്തിനനുസരിച്ച്, എന്റെ അഹങ്കാരത്തിനനുസരിച്ച് ഞാൻ പോകുന്ന വഴിയെ പോകണം എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നന്മയ്ക്കായിട്ടും ആയി തീരത്തില്ല. ഒരുപക്ഷെ നമ്മൾ രക്ഷയെ അനുഭവിക്കത്തില്ല. ഇനിയിപ്പോ രക്ഷിക്കപ്പെട്ട് രക്ഷയെ നഷ്ടപ്പെട്ടു പോയി നിത്യ നരകത്തിലേക്ക് നിന്ന് പതിക്കുവാൻ അത് തന്നെ മതി, നമ്മളുടെ അഹങ്കാരം മതി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം പാപങ്ങളോ എന്തെല്ലാം കുറവുകളോ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ ആ സ്നേഹത്തെ കണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ നിർണയത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു. കർത്താവിന്റെ നിർണയപ്രകാരം വിളിക്കുക. അതായത് നമ്മൾ 1:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ആ കർത്താവിന്റെ നിർണയത്തിലേക്ക്, കർത്താവിന്റെ നിശ്ചയം, കർത്താവിന്റെ തീരുമാനം, അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്, കർത്താവിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനായിട്ട് കർത്താവേ ഞാൻ എന്റേതായിട്ടുള്ള ഉദ്ദേശങ്ങളെല്ലാം മാറ്റി, കർത്താവ് എന്റേതായ നിർണയങ്ങളും എന്റെ തീരുമാനങ്ങളും ഒക്കെ മാറ്റി, കർത്താവേ ഞാൻ അതെല്ലാം അവിടുത്തെ നിർണയത്തിന് മുമ്പാകെ, അവിടുത്തെ നിശ്ചയത്തിന് മുമ്പാകെ അടിയറവ് പറയുന്നു. അങ്ങനെ കർത്താവെ അവിടുത്തെ ആത്മാവിനെ നിറച്ച് പൂർണ്ണതയോടെ എനിക്ക് അങ്ങനെ സ്നേഹിക്കണം. അങ്ങനെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട് കർത്താവിനെ അങ്ങനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും ചിലര് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചില കാര്യങ്ങൾ സംഭവിച്ചു കാണത്തില്ല, പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. എല്ലാം അത് വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പറയുമല്ല, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനൊക്കും. ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പല അതുപോലെ തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവർക്ക് എല്ലാം അത് പറയാനൊക്കെ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ദൈവം ഏറ്റവും നന്മയ്ക്കായിട്ടാണ് ചെയ്തത്. നമ്മൾ ചിലപ്പോൾ ചില വേദനയിലൂടെ, ചില പ്രയാസത്തിലൂടെ കടന്നു പോയി, ദൈവം എന്താ ഇങ്ങനെ എന്നെ കൈവിട്ടത്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഒരു പ്രയാസം നമ്മൾ വിചാരിക്കും. പക്ഷെ അതെല്ലാം നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുവാനായിട്ടുള്ള ഏറ്റവും ദൈവത്തിന്റെ കരങ്ങളിലുള്ള ഏറ്റവും നല്ല ആയുധങ്ങളായിട്ട് ദൈവം ആ സാഹചര്യങ്ങളെയൊക്കെ ആക്കി തീർക്കും. നമുക്ക് തിരിച്ച് യോഹന്നാൻ 19 വരാം. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. അപ്പൊ ആ ക്രൂശിലേക്ക് കർത്താവ് നടന്നു നീങ്ങുന്ന കാര്യങ്ങളും ക്രൂശിലേക്ക് ഏൽപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ 19 ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അത് നമ്മൾ അതിൽ നിന്ന് കർത്താവിന്റെ ആ ക്രൂശിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ എന്താ, പിശാച് ചെയ്ത ഏറ്റവും തിന്മയായിട്ടുള്ള കാര്യം ദൈവം ഏറ്റവും നല്ലൊരു ദാനമാക്കി നമുക്ക് കർത്താവിന്റെ ക്രൂശുമരണം ആക്കി തീർത്തുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ഏറ്റവും തിന്മയായിട്ടുള്ളത്, ഏറ്റവും ശാപമെന്നോ മോശമെന്നോ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഏറ്റവും നമ്മളെ താഴ്മയിലേക്ക് നടത്താനും, ഏറ്റവും നമ്മളെ മുറുക്കത്തിലേക്ക് നടത്താനും, ഏറ്റവും കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു തലത്തിലേക്ക് നടത്തുവാനും ഒക്കെ അത് നമ്മളെ ആക്കി തീർക്കുന്ന ഒരു തലത്തിലേക്ക് കർത്താവിനെ നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹന്നാവിന്റെ അടുക്കൽ നിന്ന് കയ്യഫന്റെ അടുക്കലേക്ക് കെട്ടപ്പെട്ടവനായിട്ട് കർത്താവ് പോയി. ആ ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും അവിടെ ആ കോട്ടിയാടിൽ, ആ നടുമുറ്റത്താണ് പത്രോസ് പ്രിയ ശിഷ്യൻ 3 തവണ തള്ളിപ്പറയുന്നത്. അതിനിട്ട് അപ്പൊ ഹന്നാവിന്റെ അടുത്തിലേക്ക് കൊണ്ടുപോയി റോമൻ പട്ടാളക്കാര് ഗത്സമന തോട്ടത്തിൽ നിന്ന് ഹന്നാവിന്റെ അടുക്കിലേക്ക്, പിന്നെ കയ്യഫാവിന്റെ അടുക്കിലേക്ക്, പിന്നെ പിലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പിലാത്തോസ് ആണ് റോമൻ ഗവർണർ. പിലാത്തോസ് പിന്നെ ഹെറോദാവിന്റെ അടുക്കിലേക്ക് അയക്കുന്ന രംഗമൊക്കെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ നമ്മളിവിടെ വായിക്കുന്നേ ഇവിടെ യോഹന്നാൻ 19 വാക്യത്തില് അനന്തരം പിലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. അപ്പൊ വാറുകൊണ്ട് അടുപ്പിച്ചു എന്നുള്ളതില് അവിടെ യോഹന്നാൻ അത്രേ പറയുന്നുള്ളൂ. പക്ഷെ ആ അടുപ്പിച്ചു എന്ന് പറയുമ്പോ അന്ന് റോമൻ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ആ വലിയ ചാട്ടവാർ എന്നൊക്കെ പറയുന്നത് സാധാരണ പോലെയുള്ള ചെറിയ വടിയോ കമ്പൊന്നും അല്ല എന്നുള്ള കാര്യമാണ് നമ്മള് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നേ. അപ്പോ അവരുടെ ആ വാറുകൾ എന്നൊക്കെ പറയുന്നത്, അവരുടെ ആ സ്കേർജ് എന്ന് പറയുന്നത് എന്താ നമ്മൾ അവിടെ കാണുന്നേ, അത് സ്കേർജ് വിത്ത് വിപ്സ്. ആ വലിയ വാറിന്റെ അതിന്റെ ഓരോ അല്ലികൾ, അതിന്റെ ഓരോ അറ്റങ്ങളെല്ലാം അതിനകത്ത് കുറെ മെറ്റലും ഒത്തിരി ഷാർപ്പായിട്ടുള്ള എല്ലും കഷ്ണങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പോയിന്റഡ് പീസസ് ഓഫ് ബോൺ ആൻഡ് വെയ്റ്റഡ് വിത്ത് ലെഡ് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് മാംസം അതുപോലെ അങ്ങ് പിഴുതു വരുവാൻ തക്കവണ്ണം. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. നമ്മള് സങ്കീർത്തനം 129 സങ്കീർത്തനത്തില് നമ്മളത് ഈ അടുത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സങ്കീർത്തനത്തിലെ ആ 29 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തില്
യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ച, കർത്താവിന്റെ ആ ക്രൂശീകരണത്തിൽ സംഭവിച്ച കർത്താവിന്റെ കർത്താവിന് സംഭവിച്ച ആ ഒരു കാര്യം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ 129-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തില് ഉഴവുകാർ എന്നെ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, നിലമൊക്കെ അതുപോലെ കട്ടിയായിട്ട് കിടക്കുന്ന നിലമൊക്കെ ഉഴാൻ വേണ്ടി നമുക്കറിയാം ഉഴവുചാലുകൾ കീറുന്നത്. അതുപോലെ മാംസത്തെ അതുപോലെ കീറി എടുക്കുന്ന തരത്തിലുള്ള അടികളാണ്. അപ്പം പിലാത്തോസ് എന്തുകൊണ്ടായിരിക്കും, പിലാത്തോസ് തന്നെ പറയുന്നുണ്ട് ഇവന് കുറ്റമൊന്നുമില്ല, പിലാത്തോസിന് ഇവനെ കർത്താവിനെ വെറുതെ വിടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും പിലാത്തോസ് പിന്നെ കൊണ്ടുപോയി അടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പിലാത്തോസ് വിചാരിച്ച് കാണും ഈ അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കർത്താവിനെ വീണ്ടും അവരുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും അവനെ ബിഹോൾഡ് ദ മാൻ, ഈ മനുഷ്യനെ കണ്ടു, ഇതാ മനുഷ്യൻ, ആ മനുഷ്യൻ ഇതാന്ന് പറഞ്ഞുകൊണ്ട് 5-ാമത്തെ വാക്യത്തില് പിലാത്തോസ് യേശുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പിലാത്തോസ് വിചാരിച്ച് കാണും അങ്ങനെങ്കിലും ആ കർത്താവ് അടിയെല്ലാം കൊണ്ട് രക്തം വാർന്ന് ഒഴിക്കുന്നതൊക്കെ കണ്ട് ആ ക്രൂശീകരണം അങ്ങ് അവോയ്ഡ് ചെയ്ത് ഈ ശിക്ഷയിൽ മതി, ഇവനെ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങ് സാറ്റിസ്ഫൈഡ് ആകുമെന്ന് ഒരുപക്ഷെ പിലാത്തോസ് വിചാരിച്ചു കാണും, പിലാത്തോസിന്റെ സ്വന്തം ബുദ്ധിയില്. എന്നാ അവര് അപ്പോഴും ക്രൂശിക്കുക തന്നെ വേണം, ക്രൂശിക്കുക തന്നെ വേണം, ക്രൂശിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് പിന്നെയും പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, പിന്നെയും വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മളതിന്റെ 6-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മളിത് വായിക്കുമ്പം റോമൻ പട്ടാളക്കാർ എത്ര ഭീകരരായിരുന്നു, പിലാത്തോസ് എത്ര ഭീകരനായിരുന്നു, അവര് യഹൂദന്മാർ എത്ര കൊള്ളരുതാത്തവരായിരുന്നു എന്നുള്ളതിനെക്കാട്ടില് ഞാനാണ് കർത്താവിനെ ക്രൂശിച്ചത്, എന്റെ പാപനിമിത്തമാണ് കർത്താവിനെ, ഏതൊരു ആണിയാണ് കർത്താവിനെ ക്രൂശില് തങ്ങി നിർത്തിയെന്ന് ഉള്ളതിനെക്കാട്ടിൽ ആ ആണികള് യഥാർത്ഥത്തിൽ എന്റെ പാപമായിരുന്നു കർത്താവിനെ ക്രൂശില്. എന്റെ പാപം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ചിലപ്പം വലിയ വലിയ ആൾക്കാരെ പോലെ, വലിയ കൊള്ളക്കാരെ പോലെയും കള്ളന്മാരെ പോലെയും വലിയ ലോകക്കാര് പറയുന്ന തരത്തിലുള്ള വലിയ പാപങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കാണത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആ വലിയ അതീവ പരിശുദ്ധിയുടെ മുൻപാകെ എന്റെ നിഗളം, എന്റെ സ്വാർത്ഥത, എന്റെ ആ സ്വയജീവൻ, ഞാൻ എന്നുള്ള ആ ഒരു എന്റെ ആ ഭാവം തന്നെ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപാകെ ഞാൻ അങ്ങനെ എത്രമാത്രം ഒരു ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ തന്നെ അങ്ങനെ എളിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പാകെ എന്റെ പാപമാണ്, ഞാനാണ് പാപികളിൽ പ്രധാനി എന്ന കർത്താവിന്റെ ദാസനായിട്ടുള്ള പൗലോസ് പറയുന്ന കാര്യമൊക്കെ നമുക്ക് 1 തിമോഥെയോസ് 2-ന്റെ 15-ാമത്തെ നമുക്കറിയാം. പൗലോസ് ആദ്യം പറയുന്നുണ്ട് 1 Corinthians 15:9 ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എഫേസ്യർ 3:8 താന് വിശ്വാസികളിൽ, താൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് പറയുന്നുണ്ട്. എന്നാ കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പൗലോസ് യഥാർത്ഥത്തില് ദൈവമുമ്പാകെയുള്ള തന്റെ അസസ്മെന്റ് അവിടെ 1 തിമോഥെയോസ് 2:15 പറയുന്നു, ഞാൻ അപ്പോസ്തലന്മാരിൽ ചെറിയവൻ മാത്രമല്ല, വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനെന്ന് മാത്രമല്ല, ഞാൻ പാപികളിൽ ഏറ്റവും, ഈ ലോകത്തിലുള്ള വിശുദ്ധന്മാരിൽ തന്നെ, അതായത് എല്ലാ വിശ്വാസികളിലും ഞാൻ ഏറ്റവും ചെറിയവെന്ന് മാത്രമല്ല, എല്ലാ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, എല്ലാ പാപികളെ എടുത്ത് നോക്കിയാലും അതിൽ ഏറ്റവും വലിയ പാപി ഞാനാണ് എന്ന് പൗലോസ്, ഐ ആം ദ ഫോർമോസ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ്. അപ്പൊ ഞാനാണ് കർത്താവിനെ ക്രൂശിലേറ്റിയത്. വേറെ ഈ ലോകത്ത് വേറെ ഒരു പാപികളും ഇല്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ വന്ന് മരിക്കുമായിരുന്നു. എന്നെ അത്രയധികം സ്നേഹിക്കുന്നു എന്റെ കർത്താവെന്ന് വിശ്വസിക്കുവാന് കർത്താവ് നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ തുറക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം പിലാത്തോസ് അതുപോലെ ആ സ്കേർജ് ചെയ്യുന്നു എന്ന് പറയുമ്പം, അങ്ങനെ ആ ചാട്ടവാറ കൊണ്ട് അടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ശിക്ഷ തന്നെ. അന്നത്തെ ആ ചാട്ടവാറ അടിയൊക്കെ കൊള്ളുമ്പം വലിയ ലാസറേഷൻസ്, വലിയ ഉഴവചാലി പോലെയുള്ള മുറിവുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അത് തന്നെ പലരും അന്നത്തെ റോമൻ ഗവൺമെന്റ് ആ ചാട്ടവാറ അടി കൊള്ളുമ്പോൾ തന്നെ, റോമൻ പട്ടാളക്കാരുടെ ചാട്ടവാറ അടി കൊള്ളുമ്പോൾ തന്നെ പിന്നെ ക്രൂശിക്കപ്പെടാൻ പലർക്കും ജീവൻ കാണത്തില്ല. ചിലരുടെ ബോധം കെട്ട് വീഴും, ചിലർ അങ്ങനെ തന്നെ മരിച്ചു വീഴുന്നവരുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ചിലർ അങ്ങ് വിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ഭീകരമായിട്ടുള്ള വലിയൊരു അടികള്, ഉഴവുചാല് പോലെ കീറിയ ഒരു കാര്യം, അത് നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലും 50-ാം അധ്യായത്തിലും 53-ാം അധ്യായത്തിലും അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണുന്നുണ്ട്. അപ്പം യേശു കർത്താവ് ഭൂമിയിൽ അവതരിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പായിട്ട് യെശയ്യാവിന്റെ പുസ്തകം അത് BC 740 മുതൽ 680 കാലഘട്ടത്തില്, അതായത് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതിന് 700ഓളം വർഷങ്ങൾ മുമ്പായിട്ടാണ് യെശയ്യാവിന്റെ പുസ്തകം
എഴുതപ്പെട്ട്. അപ്പം എന്നാ ദൈവത്തിന്റെ പ്രവചനാത്മാവില് യെശയ്യാവ് പറയുക, യെശയ്യാവ് 50-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തില് എന്താ നമ്മളിവിടെ വായിക്കുന്നത്? അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. അപ്പം മുതുകത്ത് കർത്താവ് അതുപോലെ അടികൊള്ളുമ്പം അത് ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാ കർത്താവ് അടികൊണ്ടേ. അപ്പം അത് ഇന്ന് ആ പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിലെ കർത്താവ് നമ്മളുടെ മധ്യത്തിലുണ്ട്. എന്നാ നമ്മളുടെ സ്നേഹനിധിയായ കർത്താവ് അന്ന് ആ ചാട്ടവാറ ഏൽക്കുമ്പോൾ കർത്താവ് തന്റെ മുതുക് അടിക്കുന്നവർക്കായിട്ട് കർത്താവിന് വേണമെങ്കിൽ ലഗ്യോൻ സൈന്യത്തെ 72,000-ലധികം ദൂതന്മാരെയൊക്കെ വിളിക്കാമായിരുന്നു. നമ്മളത് മത്തായി 26-ലൊക്കെ കർത്താവ് പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് അറിയാം. കർത്താവിന്റെ ആ ഒരു ദൈവികതയുടെ ഒരു ബഹുസ്ഫുരണത്തിൽ തന്നെ റോമ പട്ടാളക്കാർ തന്നെ മറിഞ്ഞടിച്ച് വീഴുന്നതൊക്കെ യോഹന്നാൻ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാ കർത്താവിന് അതെല്ലാം തടയാനൊക്കെ കഴിയുമായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ അങ്ങ് പിതാവിന് ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പിതാവ് അങ്ങനെ ഒരു കൽപ്പന എനിക്ക് തന്നിട്ടില്ല, പിതാവ് അങ്ങനെ ഒരു പ്രേരണ തരുന്നില്ല, അപ്പൊ ഞാൻ ഇതിലൂടെ കടന്നു പോകേണ്ടതാകുന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞ് ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലും ചില കാര്യങ്ങളില് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ് എന്നുള്ളൊരു കാര്യം ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ ബോധ്യപ്പെടുത്തുമ്പം അതിലൂടെ ആ ക്രൂശ് മരണത്തിലൂടെ അപ്പൊ ചിലപ്പം ചിലർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചെന്ന് കണ്ട് പറയാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവരെ ഒന്ന് പാഠം പഠിപ്പിക്കാനാ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കർത്താവ് യേശു കർത്താവ് ക്രൂശില് തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അത് നമ്മളിവിടെ അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു, എന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. അവര് തുപ്പുന്ന കാര്യമൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ നിന്നയ്ക്കും തുപ്പലിനും ഒന്നും കർത്താവ് മറച്ചു കൊടുത്തില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ക്രൂശിന്റെ വഴി എന്ന് പറയുമ്പോൾ നമ്മളെ അക്ഷരികമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കാലം വന്നുകൂടായികയില്ല ഇത് ക്രിസ്തുവിന്റെയൊക്കെ മഹോപദ്രവത്തിന്റെയൊക്കെ കാലത്ത്. എന്നാൽ അതുപോലെയുള്ള ചില ഒറ്റപ്പെടലിന്റെയോ ചില നിന്ദകളുടെയോ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് തെറ്റിദ്ധാരണയുടെയൊക്കെ നമ്മൾ ചില പ്രയാസത്തിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ അവിടെ കർത്താവ് എങ്ങനെ ആയിരിക്കും ഇതെല്ലാം സഹിച്ചത്? കർത്താവിനെ പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് എബ്രായർ 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എനിക്ക് മുന്നോടിയായിട്ട് പോയിട്ടുണ്ട്. എബ്രായർ 6-20 കർത്താവ് മുന്നോടിയായിട്ട് ഫോറണ്ണറായിട്ട് മുൻപേ കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു, മുന്നോടിയായിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് ഇങ്ങനെ ഇതെല്ലാം സഹിച്ചേ എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം ചില രോഗാവസ്ഥകളിലൊക്കെ നമുക്ക് വല്ലാതെ വേദനയും പ്രയാസവും ഒക്കെ സഹിക്കേണ്ടി വരുന്ന ഒക്കെ നമ്മളുടെ ചെറിയൊരു തലവേദനയായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു നടുവേദനയോ പല്ലുവേദനയോ ചെവിവേദനയോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെയും ഒക്കെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് നമ്മളവിടെ യെശയ്യാവ് 53-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ 53-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. യെശയ്യാവ് 53-ാം അധ്യായത്തില് കർത്താവിന്റെ ആ ക്രൂശീകരണത്തെ കുറിച്ച് ഏറ്റവും വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വർണ്ണന. കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് 700-ഓളം വർഷം മുമ്പ് തന്നെ ആ തിരുവചനത്തിൽ ഇതെല്ലാം പ്രവചിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അത് എത്ര വലിയ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് ദൈവനിശ്വാസ്യമായിട്ടുള്ള പലരും ചോദിക്കും ബൈബിള് മാത്രമേ ദൈവവചനം ഉള്ളത്, നിങ്ങൾ എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ വലിയൊരു തെളിവെന്ന് പറഞ്ഞാല് യേശു കർത്താവ് ഈ ഭൂമിയില് BC 4-ാം വർഷമാണ് യേശു കർത്താവ് ബിഫോർ ക്രൈസ്റ്റ്. ഇപ്പൊ നമ്മൾ AD 2024 BC 4 കർത്താവ് ജനിച്ചതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത്. കർത്താവ് വരുന്നതിന് 700-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യെശയ്യാവ് പ്രവാചകൻ ഇതെല്ലാം എഴുതി വെച്ചതെന്ന് കാണുമ്പോൾ അത് എത്ര ആക്യുറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈവൻ യെശയ്യാവ് 50-ാം അധ്യായത്തില് കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം എന്റെ 4-ാമത്തെ വാക്യത്തിൽ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടവരെന്ന് പറഞ്ഞ് യെശയ്യാവ് 50-ന്റെ 6 നമ്മൾ മുമ്പേ വായിച്ചു. അതിന് തൊട്ട് മുമ്പാ കർത്താവിനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാക്ക് കഴിഞ്ഞിട്ട് ഈ 50-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നേ. പിന്നെ ഇപ്പൊ 53-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. യെശയ്യാവ് 53-ന്റെ 5-ാമത്തെ വാക്യത്തിൽ എന്നാൽ അവൻ നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് മുറിവേറ്റും തകർന്നു ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ റോമൻ പട്ടാളക്കാർ അടിച്ചു പിടിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ അതിക്രമങ്ങൾ നിമിത്തമാണ് കർത്താവ് ഹി വാസ് പിയേഴ്സ്ഡ് ത്രൂ ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്. കർത്താവിനെ അങ്ങ് കുത്തി പിളർന്നിരിക്കുന്നു, പിയേഴ്സ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈവൻ കർത്താവ് ആക്ഷരികമായിട്ട് തന്നെ കർത്താവിന്റെ വിലാവില് കർത്താവിന്റെ ആ സൈഡില് വലിയൊരു കുന്തം വെച്ച് അവർ പിയേഴ്സ് ചെയ്തു, കുത്തി തുളച്ചു, പിയേഴ്സ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ രക്തവും വെള്ളവും ഒക്കെ ഒഴുകിയ കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട്
അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. ഹി വാസ് ക്രഷ്ഡ് ഫോർ അവർ ഇനിക്വിറ്റീസ്. നമ്മളുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ, നമ്മുടെ സമാധാനം, അതാ പറയുന്നത് ചേസനിങ് ഫോർ അവർ വെൽബീയിങ്, നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു വെൽബീയിങ്, സൗഖ്യം, സമാധാനം തരേണ്ടതിനായിട്ട് കർത്താവ് എത്ര വലിയൊരു വിലയാ കൊടുത്തേ. ഇപ്പം ഞാന് ഒത്തിരി 2 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് അതുപോലെ വില കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു സമ്മാനം വാങ്ങിച്ച് അവര് അത് തട്ടിയിട്ടിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞ് അവർ തട്ടിയിട്ട് പോവുകയാണെങ്കിൽ അത് എനിക്ക് എത്രമാത്രം പിതാവെന്ന നിലയിൽ എനിക്ക് എത്രമാത്രം ഒരു വിഷമമായിരിക്കും. ഞാൻ ഇത്രയും വലിയ വില കൊടുത്ത് ഇത്രയൊക്കെ പാടുപെട്ട് വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് അതിനൊരു വിലയില്ല എന്നുണ്ടെങ്കിൽ അത് എത്ര വലിയൊരു വിഷമമായിരിക്കും പിതാവെന്ന നിലയിൽ എനിക്ക് ഉണ്ടാവുന്നത്. ഇപ്പം ദൈവപിതാവ് നമ്മളുടെ സമാധാനത്തിനായിട്ട് വലിയൊരു വില കൊടുത്ത് ആണ് നമ്മളുടെ രക്ഷ സമ്പാദിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ ആ രക്ഷയെ അവഗണിക്കുവാണെങ്കിൽ, രക്ഷയെ നമ്മൾ തൃണവത്ഗണിക്കുവാണെങ്കിൽ പുല്ലുപോലെ രക്ഷയോ അതൊക്കെ ആർക്ക് വേണം, എനിക്ക് ഇപ്പൊ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിക്കണം, എനിക്ക് ഇഷ്ടം പോലെ ആടിപ്പാടി അങ്ങ് ജീവിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് നമ്മളുടെ ധാർഷ്ട്യമെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം എന്നേ പറയേണ്ടതായിട്ടുള്ളൂ. അപ്പം അതാ ഇവിടെ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ അതാ വായിക്കുന്നേ, നമ്മളുടെ സമാധാനത്തിനായിട്ട്, നമ്മുടെ സൗഖ്യത്തിനായിട്ട്, നമ്മളുടെ വെൽബീയിങ്ങിനായിട്ട്, സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലാക്കി, യേശുവിന്റെ മേലാക്കി. എന്റെ കർത്താവിന്റെ മേല് ഞാൻ ഇന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ ശിക്ഷ, എന്റെ പാപത്തിന്റെ എല്ലാ ശിക്ഷ കർത്താവിന്റെ മേലാക്കിയത് കൊണ്ടാണ്. അത് അവന്റെ മേലാക്കി, അവന്റെ അടിപ്പിണരുകൾ എന്ന് പറയുമ്പം മിന്നൽ പിണരുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ മിന്നലൊക്കെ ഇങ്ങനെ ബ്രാഞ്ച് മാതിരിയൊക്കെ ഇടിമിന്നല്. അപ്പൊ അടിപ്പിണരുകൾ, സ്കേർജിങ്, അതുപോലെ ചാട്ടവാറ് കൊണ്ടുള്ള അതുപോലെ ഒഴുവചാല് പോലെ കീറിയ കർത്താവിന്റെ അടിപ്പിണരുകളാല് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇതേ വാക്യം തന്നെ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ അവസാനം അത് കോട്ട് ചെയ്തുകൊണ്ട് 2:24 അത് ഉദ്ധരിക്കുന്ന കാര്യമൊക്കെ നമ്മള് പത്രോസ് അപ്പോസ്തലന് ഈ യെശയ്യാവ് 50-ന്റെ 5-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നൊക്കെ അവിടെ പറയുന്ന ഒരു രംഗമുണ്ട്. അവിടെയും അതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയും കർത്താവിന്റെ സഹനത്തെക്കുറിച്ച് അവിടെയും നമ്മൾ വായിക്കുന്നേ. അവിടെ ക്രൂശിലെ സഹനം മാത്രമല്ല, കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഒരു സഹനം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പോ ഉള്ള സന്ദർഭത്തിൽ ആ ക്രൂശിലെ സഹനം തന്നെ എത്ര ഭയാനകവും എത്ര മനുഷ്യത്വരഹിതമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ. കുറ്റം ചെയ്തിട്ട് നിങ്ങൾ ശിക്ഷ വാങ്ങിക്കുവാണെങ്കിൽ അത് കിട്ടേണ്ടത് തന്നെ. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതായത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം. യേശു കർത്താവ് എന്തെങ്കിലും തിന്മ ചെയ്തിട്ടാണോ കഷ്ടം സഹിച്ചല്ല. കർത്താവ് ഏറ്റവും നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടന്നു. അപ്പോസ്തലരുടെ 10:38 കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അത് പറയുന്നുണ്ട്. ഹി വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ്. പോകുന്നിടത്തെല്ലാം നന്മ ചെയ്തു. ആ നന്മ ചെയ്തിട്ട് കർത്താവ് ഏറ്റവും വലിയ കഷ്ടം സഹിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മളെ അതിനായിട്ട് വിളിച്ചിരിക്കുന്നതെന്നാ പറഞ്ഞിരുന്നെ. അതായത് നമ്മളുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ നന്മ നമ്മളുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയൊക്കെ വെളിപ്പെടും. എങ്കിലും ചില നന്മ ചെയ്തിട്ട് ചില കഷ്ടങ്ങള് സഹിക്കുന്ന, അത് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ചില അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തും. നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ ഞാൻ ഇവർക്ക് നന്മയല്ലേ ചെയ്തുള്ളൂ, ഞാൻ എന്തെങ്കിലും എന്നെ ഇങ്ങനെ പറയാൻ തക്കവണ്ണം, എന്നെ ഇങ്ങനെ ചെയ്യാൻ തക്കവണ്ണം എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ. എന്നാൽ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കും. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തൊന്നും ഒരിക്കലും കേൾക്കാത്ത, മിക്കയിടങ്ങളിലും കേൾക്കാത്ത വചനമാണ്. ഇന്ന് എത്രയോ സഭകൾ എന്ന് പറയുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അവിടൊക്കെ എന്തോ പറയുന്ന ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അത് നിങ്ങള് സ്വത്ര കാഴ്ച കൊണ്ടുവന്ന് ഇട്ടാൽ മതി, ദൈവം നിങ്ങൾക്ക് അത് 10 മടങ്ങ് തരും, എന്തോ ദൈവത്തിന്റെ ഇടയ്ക്ക് ബിസിനസ് ചെയ്യുന്നോണക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ക്രിസ്തീയ ലോകം എന്ന് പറയുന്ന പലയിടങ്ങളിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നേ. എന്നാ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുക, എന്തിനായിട്ട് നിങ്ങൾ വിളിച്ചിരിക്കുന്നേ? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുവാനാണ് വിളിച്ചിരിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് പറയുക, നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അവന്റെ കാഴ്ചയോട് പിന്തുടരാൻ വേണ്ടി ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. കർത്താവ് രക്ഷകൻ മാത്രമാ, കർത്താവ് നമുക്ക് മാതൃകയല്ല എന്നൊക്കെ വരെ പറഞ്ഞു കൂട്ടുന്ന ക്രിസ്ത്യു എന്ന് പറയുന്ന പ്രസംഗകരുണ്ട് യൂട്യൂബിലൊക്കെ. നമ്മളുടെ സഭയിൽ നമ്മളെ കർത്താവില് നമുക്ക് എല്ലാത്തിനും മാതൃകയാണെന്ന് പറയുമ്പോൾ സാക്പുനൻ അങ്ങനെ ദുരുപദേശം പഠിപ്പിക്കുന്ന കർത്താവ് മാതൃകയൊന്നുമല്ല, കർത്താവ് നമ്മുടെ രക്ഷകൻ മാത്രമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ബൈബിളിൽ ഈ വാക്യം കാണത്തില്ലായിരിക്കും, അദ്ദേഹത്തിന്റെ ബൈബിളിൽ. അതായിരിക്കും അതാ ഇവിടെ എഴുതിയിരിക്കുന്നത് 1 പത്രോസ് 1:2-21 എഴുതിയിരിക്കുന്നത്,
നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട്, അതാ നമ്മളിപ്പോ കർത്താവിന്റെ ജീവിതത്തിലുടനീളം ഒരുപാട് ശകാരങ്ങൾ കർത്താവ് കേട്ടു. കർത്താവ് ഒരു ബാലനായിരുന്നപ്പോ തന്നെ ഇവന്റെ അച്ഛൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അമ്മയാണെന്ന് അറിയുക, അച്ഛന് വേറെ ആരെങ്കിലും അല്ല റോമ പട്ടാളക്കാരന്റെ മറ്റോ ആയിരിക്കും, കല്യാണം കഴിയുന്നതിന് മുമ്പ് ഗർഭവതിയായത് അവന്റെ അമ്മ എന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ശകാരങ്ങളും പല കുത്തുവാക്കുകളും കളിയാക്കലുകളും ഒക്കെ അവൻ കർത്താവ് കേട്ടു. പിന്നീട് കർത്താവ് വളർന്നു വന്നപ്പോഴെല്ലാം പല ശകാരങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷയിലൊക്കെ അതുപോലെ കർത്താവിനെതിരായിട്ടുള്ള ആ ഒരു പാപികളുടെ വിരോധം സഹിച്ചു എന്നുള്ള കാര്യം ആന്റി ലുഗോ കർത്താവ് ഹി വാസ് ബീങ് സ്പോക്കൺ അഗൻസ്റ്റ് എന്നൊക്കെ ആ വിരോധം എന്നുള്ള വാക്ക് അവിടെ എബ്രായർ 12 3 വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കർത്താവിന് എതിരായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, ഒരാൾ നമ്മളെ ശകാരിക്കുക, പക്ഷെ നമ്മള് അവിടെ അങ്ങ് മരിക്കുന്നു. കർത്താവേ മൃദുവായിട്ട് എന്തെങ്കിലും ഉത്തരം പറയാൻ ദൈവം തരുവാണെങ്കിലും മൃദുവായിട്ട് പറയുന്നു. അതാ ക്രൂസിന്റെ വഴി. അതാ പ്രൊവേബ്സ് സദൃശവാക്യം 15 1 വാക്യത്തിൽ അതാ നമ്മൾ നോക്കുന്നത്. മൃദുവായിട്ടുള്ള ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, കഠിനമായിട്ടുള്ള വാക്ക് ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു എന്നുള്ള വാക്ക് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, ഇവരെല്ലാം കർത്താവിനെ ശകാരിച്ച് വലിയ അടിയൊക്കെ കൊടുക്കുന്നു. നിന്നെ ഞാൻ പാഠം പഠിപ്പിച്ചു തരാം, ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. ഇതുവരെ കർത്താവിന് ഉയർത്തെഴുന്നേറ്റ് വരേണ്ട പോലെ ആവശ്യമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞ ദൂതന്മാർ അനുസരിക്കാനേ ചൊൽപ്പടിക്കുണ്ടായിരുന്നെന്ന് കർത്താവൊന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ഭീഷണിപ്പെടുത്താതെ, നിന്നെ കയ്യഫാവും അന്നാവും ഒക്കെ നീ ആരാന്ന് ചേരാൻ നിന്റെ കള്ളി വെളിച്ചത്താക്കെന്ന് പറഞ്ഞ കർത്താവ് അങ്ങനെ ഭീഷണി പറയുകയൊന്നും ചെയ്തില്ല. നമ്മളുടെ മനുഷ്യരുടെ ഒരു സ്വാഭാവികമായിട്ട് പ്രതികരണം, അവരെ ഒന്ന് പാഠം പഠിപ്പിക്കണം. പക്ഷെ കർത്താവ് ഇപ്പോഴും ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു സ്നേഹത്തോടെ കാര്യങ്ങളെ പ്രതികരിച്ച കാര്യം, ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക എത്ര ചെയ്ത്. കർത്താവ് ഓരോ അടി കൊള്ളുമ്പോഴൊക്കെ ന്യായമായിട്ട് വിധിക്കുന്ന എന്റെ പിതാവുണ്ട്, പിതാവിനെങ്കിലേക്ക് ഞാൻ എന്ത് ഭാരമേൽപ്പിക്കുന്നു, പിതാവിലേക്ക് ഞാൻ ഭാരമേൽപ്പിക്കുന്നു, പിതാവെ അവിടുന്ന് അറിയുന്നു, പിതാവെ അവിടുന്ന് അറിയുന്നു. അത്രയും അതികഠിനമായിട്ടുള്ള വേദന, നമുക്കുള്ള കയ്യിൽ ഒരു മുള്ളു കൊള്ളുമ്പോൾ നല്ല വേദന നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ അതുപോലുള്ള ചാട്ടവാറടി എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? കർത്താവ് നമ്മളിപ്പോ ഒരു മനുഷ്യനായിട്ട് ആ ഭൂമിയിൽ വന്നേ. അപ്പൊ അത്രയും വലിയ വേദനയൊക്കെ സഹിക്കുമ്പോഴും ഒരു പരാതിയോ കുറുകുറുപ്പോ ഒന്നും പറയാതെ കർത്താവ് നമ്മളെ അവിടെ ഓർത്ത് കാണാൻ, എന്റെ മോന് വേണ്ടിയാണ്, എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം കൊള്ളുന്നത്, അവന് സമാധാനത്തിനായിട്ടുള്ള ശിക്ഷയാണ് ഞാനിപ്പോ ഏൽക്കുന്നത്, എന്റെ കുഞ്ഞ് സമാധാനമായിട്ട് ഇരുന്നാൽ മതി. ഇപ്പൊ ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛന് എന്തെങ്കിലും ഒരു കുഞ്ഞിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ അച്ഛനും അമ്മയൊക്കെ ലിവർ കൊടുക്കും. എന്താ അപ്പൊ അതിന്റെ ആ സർജറിയുടെ വേദനയൊക്കെ എന്റെ കുഞ്ഞിന്റെ സൗഖ്യം വരാൻ വേണ്ടിയാ, എന്റെ വയറൊക്കെ വെട്ടിക്കീറി അവരെ ലിവറൊക്കെ എടുക്കട്ടെ, അതൊക്കെ എടുക്കട്ടെ, സാരമില്ല, എന്റെ കുഞ്ഞിന് സൗഖ്യം വന്നാൽ മതി എന്നൊരു അച്ഛൻ അമ്മ ആഗ്രഹിക്കുന്ന പോലെ അതിൽ എത്രയോ വലിയൊരു സ്നേഹത്തോടെ കർത്താവ് ആ ശിക്ഷയെല്ലാം ഏറ്റുവാങ്ങിയ ഒരു കാര്യം നമ്മൾ കാണുന്നത്. അതാ നമ്മള് ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക എത്ര ചെയ്തു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കർത്താവ് ഇങ്ങനെ ക്രൂശിൽ കയറി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാ ക്രൂശിന്മേൽ കയറിയത്. അവന്റെ അടിപ്പിണരാൽ, അതാ നമ്മളിപ്പോ യെശയ്യാ 50:6 നമ്മൾ വായിച്ച് ഇവൻ അടിപ്പിണരുകളെ കുറിച്ച് യോഹന്നാൻ 19:1 നമ്മൾ കണ്ടു. അവൻ അടിപ്പിണരാല് നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ അത് ഭൗതികമായ ശാരീരിക സൗഖ്യത്തെ കുറിച്ച് പറയാനായിട്ട് പലരും ആ വാക്യം എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ നമ്മളതിന്റെ അതിന്റെ സന്ദർഭം നോക്കുമ്പോൾ നമ്മൾ സാഗ്ബറിന് കേട്ടിട്ടുള്ളത് പോലെ ആത്മീയ സൗഖ്യമാണ് പ്രധാനമായിട്ടും അവിടെ. അതാണ് അതിനെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ശാരീരിക സൗഖ്യം ശരിയാ, കർത്താവ് നൽകാൻ മതിയായവനാ, കർത്താവ് നമ്മുടെ ശരീര സൗഖ്യം നൽകും. എന്നാൽ ഈ ക്രൂസിൽ വലിയൊരു കോൺട്രാസ്റ്റാണ് നടന്നത്. വലിയൊരു കോൺട്രാസ്റ്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് കർത്താവ് മുൾമുടി ധരിച്ചത് നമുക്ക് പൊന്മുടി അല്ലെങ്കിൽ നമുക്ക് ജീവന്റെ കിരീടം തരാൻ വേണ്ടി കർത്താവ് മുൾകിരീടം സഹിച്ച്, കർത്താവ് ഇരുട്ടിലായത് നമ്മളെ വെളിച്ചത്തിലാക്കാൻ വേണ്ടി, കർത്താവ് പാപമായത് നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടിയാ, കർത്താവ് വിവസ്ത്രനായത് നമുക്ക് നീതിയെങ്കിൽ തരാൻ വേണ്ടിയാണ്, മണവാട്ടി വസ്ത്രം തരാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ കർത്താവ് അടിപ്പിണരുകളെ സഹിച്ചത് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയാണ്. കർത്താവ് ആ വലിയ അടിപ്പിണരുകളെ സഹിച്ചത് നമുക്ക് നമ്മളുടെ അത് മനസ്സിന്റെ മുറിവുകളായിരിക്കാം, ശരീരത്തിന്റെ മുറിവുകളായിരിക്കാം, നമ്മളുടെ ആത്മീയ മനുഷ്യന്റെ ബലഹീനതകളായിരിക്കാം, അതെല്ലാം കർത്താവ് നമുക്ക് ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും ഒക്കെ സൗഖ്യം വരാൻ വേണ്ടിയാണ് കർത്താവ് ആ അടിപ്പിണരൊക്കെ സഹിച്ചത്. നിങ്ങൾ തെറ്റി ഉള്ളിലെ ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ പ്രാണന്റെ, ആത്മാക്കളുടെ എന്നുള്ളതിനെ കാട്ടി അവിടെ ശരിക്കും സോൾസ് സുഖി എന്നുള്ള വാക്ക്, പ്രാണന്റെ ഇടയനും ആത്മാക്കളുടെ പിതാവെന്നും സ്വർഗസ്വനായ പിതാവിനെ കുറിച്ച് എബ്രായർ 12 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ പ്രാണന്റെ ഇടയനായിട്ട് യേശു കർത്താവിനെ പറയുന്നത്.
പിന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയം എന്ന് നമ്മുടെ വായിക്കുന്നുണ്ട്. ത്രിയേക ദൈവമായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആത്മാവ്, ദേഹി, ദേഹം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഉടയവൻ എന്നുള്ള ഒരു യുനോ ഞാൻ അവിടെ എബ്രായർ 12-ാം അധ്യായത്തിൽ ആ ഒരു പ്രയോഗം നമ്മള് ഫാദർ ഓഫ് സ്പിരിറ്റ്സ്, ആത്മാക്കളുടെ പിതാവിനെന്ന് നമ്മൾ എബ്രായർ 12:9 വായിക്കുന്നു. ഫാദർ ഓഫ് സ്പിരിറ്റ്സ്, നമ്മുടെ ആത്മാവിന്റെ പിതാവ്, പ്രാണന്റെ ഇടയൻ, പിന്നെ ദേഹം പരിശുദ്ധാത്മാവിന്റെ ആലയം. അപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പോലെ ഒരു തൃത്വം ദൈവം നമുക്ക് ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ള നിലയിൽ തന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിന്റെ ഒരു ഒരു കൊറവളറി ആയിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം പ്രാണന്റെ ഇടയനും അധ്യക്ഷനുമായവനിലേക്ക് അധ്യക്ഷൻ, ഗാർഡിയൻ, ആ പ്രാണനെ ഗാർഡ് ചെയ്യുന്നതിനായിട്ട്, പ്രാണൻ നമ്മള് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സമാധാനമില്ലാതെ ആടി ഒലയാതെ നമ്മളുടെ പ്രാണൻ ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും സ്വർഗീയ സമാധാനം, എല്ലാ ബുദ്ധിയും കഴിയുന്ന സമാധാനം ക്രിസ്തുയേശുവിൽ കാക്കും എന്ന് പറയുന്ന, ഗാർഡ് ചെയ്യും. അപ്പൊ ആ ഒരു ഗാർഡിയനാണ് കർത്താവ്. ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. നേരത്തെ തെറ്റിപ്പോയനായിരുന്നു എന്ന ആത്മാക്കളുടെ ഇടയനിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവണ്ണം ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക്, കർത്താവ് ഇതുപോലെ ചെയ്ത് കീഴടങ്ങിയതുപോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാനും ഭർത്താക്കന്മാര് ഭാര്യമാരെ ബഹുമാനിക്കാനും അവരെ ജീവന്റെ കൂട്ടവകാശിയായിട്ട് ജീവന്റെ കൃപയുടെ കൂട്ടവകാശിയായിട്ട് കാണാനും ഒക്കെ പിന്നെ താഴോട്ട് പത്രോസ് പറഞ്ഞു വരുന്നത്. അപ്പം ആ കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം, കർത്താവ് അടിപ്പിണരുകളായിട്ട് എന്റെ ശാരീരികവും എന്റെ ആത്മീയവും എന്റെ ദേഹിയിലും, എന്റെ ആത്മാവിലും, എന്റെ ദേഹിയിലും, എന്റെ ശരീരത്തിലും ഒക്കെ ഉള്ളൊരു സൗഖ്യത്തിനായിട്ട് കർത്താവ് സഹിച്ചു. കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചു ഉയർത്തെഴുന്നേറ്റു. നമ്മള് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് എത്ര വലിയൊരു ആശ്വാസവും സമാധാനവുമാണ്. നമ്മൾ തിരിച്ച് യോഹന്നാൻ 19-ന്റെ 1 വാക്യം നമ്മൾ വായിച്ചു. അനന്തരം പിലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു, പടാളികൾ മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം, അന്നത്തെ ഇസ്രായേൽ പ്രദേശങ്ങളിലുള്ള മുൾച്ചെടികൾ എന്ന് പറയുന്ന ലോങ് പോയിന്റഡ് ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണെന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെയൊക്കെയുള്ള സാധാ മുള്ളോ കാര്യങ്ങളോ ഒന്നും അല്ല. അതുപോലെ ആ കിരീടം വെക്കുമ്പോൾ അതെല്ലാം തറച്ച് അതെല്ലാം രക്തമെല്ലാം വാർന്നൊഴുകുന്ന ഒരു കാര്യം. അപ്പം ഈ പടയാളികള് കർത്താവിനെ കളിയാക്കുന്ന ഒരു കാര്യം, നീ വലിയ രാജാവും ഒക്കെ അല്ലേ, അപ്പം നിനക്ക് കിരീടം വേണമല്ലോ എന്ന് പറഞ്ഞ് മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം മെടഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അത് നമ്മൾ ബാക്കിയുള്ള സുവിശേഷങ്ങളൊക്കെ നമുക്ക് ഉടനെ ചേർന്ന് വായിക്കാം. പടയാളികൾ മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം, പേർപ്പിൾ റോബ്, രാജാക്കന്മാരൊക്കെയാണ് സാധാരണ പേർപ്പിൾ റോബൊക്കെ ധരിക്കുന്നത്. അപ്പൊ നീ വലിയ രാജാവല്ലേ, യഹൂദന്മാരുടെ രാജാവല്ലേ, അപ്പം കർത്താവിനെ അതുപോലെ ഒരു ധൂമ്രവസ്ത്രം, പിന്നെ സ്കാർലറ്റ് റോബ് എന്നും സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു പേർപ്പിൾ സ്കാർലറ്റ് എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരുടെ വേഷവിധാനമാണ്. നമ്മള് ബാബിലോൺ എന്ന മഹദിയാം ബാബിലോണിന്റെ ധൂമ്രവും സ്കാർലറ്റ് ആൻഡ് പേർപ്പിൾ എന്നുള്ള ആ ഡ്രസ് കോഡൊക്കെ നമ്മള് വെളിപ്പാട് 18-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു രാജകീയ പ്രൗഢി എന്നുള്ള ഇത് അവരപ്പൊ അത്രയും കർത്താവിനെ അപമാനിക്കാനും നിന്ദിക്കാനുമായിട്ട് കർത്താവ് അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ മാറ്റി ധൂമ്രവസ്ത്രം ധരിപ്പിക്കുന്ന ഒരു കാര്യം കർത്താവ് നമുക്ക് വേണ്ടി കർത്താവ് ആ ധൂമ്രവസ്ത്രമൊക്കെ ധരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച കുഞ്ഞുമിസ്റ്റർ പറഞ്ഞ പോലെ ആ സെഖര്യാവിന്റെ പുസ്തകത്തിൽ നമ്മളെ കർത്താവ് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ നമ്മൾ സെഖര്യാവിന്റെ പുസ്തകം പെട്ടെന്ന് നോക്കുവാണെങ്കിൽ അവിടെ സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് അവിടെ യോശുവെ കാണുന്നുണ്ട്. യോശുവ അവിടെ നമ്മള് യോശുവ ആ യോശുവ അല്ലത്, ഇത് പിന്നീട് ഉള്ള ഒരു പിന്നീട് മഹാപുരോഹിതനായി പിന്നീട് സെഖര്യാവിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന യോശുവയുടെ കാര്യം നമ്മളോട് വായിക്കുന്ന. അവിടെ യോശുവ ദൈവമുമ്പാകെ കുറ്റം ചുമത്തപ്പെട്ടവനായിട്ട് അതാ നമ്മൾ അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തവൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. അപ്പം കുറ്റ ആരോപിതനായിട്ട് സാത്താന് യോശുവയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവോ വീഴ്ചയോ സംഭവിച്ചു കാണും. അപ്പൊ സാത്താനെ ആ തകം നോക്കി യോശുവയെ കുറ്റം ചുമത്തുക. എന്നാൽ കർത്താവ് എന്താ പറയുന്നേ സാത്താനോട്? സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു.
ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ, ഇവന് തീയുടെ അവസ്ഥയിൽ നിന്നായിരുന്നു എന്നാൽ ഇടയിൽ നിന്ന് അതിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പം മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിരുന്നു. അപ്പം അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് നീക്കിക്കളയുവൻ എന്ന് കൽപ്പിച്ചു. നമ്മളുടെയും ജീവിതത്തിലെ കറപുരണ്ട തുണി, നമ്മളുടെ നീതി പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണിയാണെന്ന യെശയ്യാവ് 54 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രം, കറപുരണ്ട തുണി, അതുപോലുള്ള നമ്മുടെ വലിയ നീതി പ്രവൃത്തികളൊക്കെ അത്രയേ ഉള്ളൂ ദൈവത്തിന് മുമ്പാകെ. അങ്ങനെ നിൽക്കുന്ന നമ്മളെ കർത്താവ് ആ മുഷിഞ്ഞ വസ്ത്രമൊക്കെ നീക്കി കളഞ്ഞിട്ട് ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ. അപ്പം അവൻ കൽപ്പിച്ചു എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ദെൻ ഐ സെഡ്, നമ്മളെ എബ്രായ ഭാഷയില് അമർ എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ബാക്കിയുള്ള മലയാളത്തിൽ മാത്രമാ അവൻ കൽപ്പിച്ചു എന്നുള്ളത്. എന്നാൽ ഇവിടെ സെഖര്യാവ് പറയുന്നതായിട്ടാണ് 5-ാമത്തെ ഭാഗത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ബാക്കിയുള്ള ട്രാൻസ്ലേഷൻസ് എല്ലാം എബ്രായ ഭാഷ നോക്കുമ്പോൾ അതിനകത്ത് അത് അവനാണോ ഞാനാണോ എന്നുള്ള കാര്യം അത്ര ക്ലിയർ അല്ലാത്തതായിട്ടാ എബ്രായ ഭാഷയിൽ എനിക്ക് മനസ്സിലായത് അതിൽ നോക്കിയപ്പോൾ. അപ്പം പിന്നെ ഞാൻ ബാക്കിയുള്ള ട്രാൻസ്ലേഷൻസ് എല്ലാം കുറെ ട്രാൻസ്ലേഷൻസ് എല്ലാം കൂടെ കമ്പയർ ചെയ്തു. തമിഴും ഇംഗ്ലീഷും ഹിന്ദിയും ഇംഗ്ലീഷ് തന്നെ പല ട്രാൻസ്ലേഷൻസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പരിഭാഷയിലും ഞാൻ കണ്ടത് സെഖര്യാവ് പറയുന്നതായിട്ട് തന്നെ ഇംഗ്ലീഷിലുള്ളതുപോലെ തന്നെ മലയാളം പരിഭാഷയിൽ മാത്രമേ അവൻ കൽപ്പിച്ചു എന്നുള്ളത്. അവിടെ അവൻ കൽപ്പിച്ചു എന്നുള്ളത് അത് ഞാൻ കൽപ്പിച്ചു. അതായത് ഉത്സവവസ്ത്രം തന്റെ കൂട്ടു സഹോദരനായ യോശുവ അണിയുന്നത് കണ്ടപ്പം ഒരു ടേബനും കൂടെ, ഒരു തലപ്പാവും കൂടെ, ഒരു മുടി പറയുമ്പോൾ ഒരു തലപ്പാവും കൂടെ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ട് കാണും എന്ന് പറയുന്ന സെഖര്യാവിന്റെ നല്ല സ്പിരിറ്റ് നമ്മുടെ സാങ്ക്വയർ എടുത്ത് പറയുന്ന മലയാളത്തിൽ മാത്രം അതൊരു അത്ര അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള എല്ലാ പരിഭാഷകരും ഒന്നടങ്കം ഞാൻ പറഞ്ഞതായിട്ട്, അതായത് സെഖര്യാവ് പറഞ്ഞതായിട്ട് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് തന്നെയാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം. എബ്രായ ഭാഷയെ തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേറെ പല അവരുടെ ഗ്രാമർ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് അത്ര അറിയത്തില്ല. അപ്പം ബാക്കി എല്ലാ ട്രാൻസ്ലേറ്റേഴ്സും അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് സെഖര്യാവ് പറഞ്ഞെന്ന് തന്നെ നമ്മൾ അനുമാനിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ വലിയ ഉത്സവ വസ്ത്രവും അവിടെ ഒരു ടേബനും ഒക്കെ ധരിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെയും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ശുശ്രൂഷയില് യോശുവയെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ കറപുരണ്ട തുണി ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ട്. എന്നാൽ നമ്മൾ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് നമുക്കൊരു നല്ല ഒരു പൊൻകിരീടവും കൂടെ തരുന്ന ഒരു കർത്താവ് അതിന് പകരമായിട്ട് കർത്താവ് എന്താ സഹിച്ചെന്നുള്ളതാ നമ്മളിവിടെ ആ ക്രൂശിലെ വലിയൊരു എക്സൈസ് നമ്മളവിടെ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എന്താണ് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിലപിടിപ്പുള്ള ഒരു വസ്ത്രമോ അല്ലെങ്കിൽ അവർക്ക് വിലപിടിപ്പുള്ള ഒരു ബുക്കോ വാങ്ങി കൊടുക്കാൻ വേണ്ടി വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. നമ്മൾ വില കൊടുത്ത്, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വില കൊടുത്താണ് അത് വാങ്ങിക്കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ കർത്താവ് നമുക്ക് സാൽവേഷൻ, രക്ഷ സൗജന്യമായതുകൊണ്ട് നമ്മുടെ വിചാരം രക്ഷ ഏറ്റവും ചീപ്പാ. സാധാരണ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ ഒരു ബക്കറ്റ് വായിച്ചാൽ മഗ് ഫ്രീ എന്ന് സൂപ്പർ മാർക്കറ്റിൽ കാണുമ്പോൾ ഏറ്റവും കൊള്ളാത്ത കാര്യമായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നത്, എല്ലാം പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന കാര്യം. അപ്പൊ നമ്മുടെ വിചാരം രക്ഷ സൗജന്യം, അപ്പൊ രക്ഷക്ക് അത്രയും വിലയുള്ളൂ എന്ന് ആണ് നമ്മുടെ ജഡം ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തില് സാൽവേഷൻ ഇസ് ടു എക്സ്പെൻസീവ് ദാറ്റ് നോ വൺ ക്യാൻ അഫോർഡ് ടു ഗിവ്. എന്നുവെച്ചാൽ ഒരു സംഭവത്തിന് 10 കോടിയുണ്ട്, അല്ലെങ്കിൽ 10 കോടി വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരുന്നുണ്ടല്ലോ, ഇത്ര കോടിയുണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ അത് എത്ര മനുഷ്യൻ കൊണ്ട് വാങ്ങാൻ പറ്റാത്തത്ര ഒരു വലിയൊരു വിലയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം അതങ്ങ് ഫ്രീ ആയിട്ട് തന്നു എന്നുള്ളത്. അപ്പം നമ്മളുടെ രക്ഷ, അപ്പൊ കർത്താവ് അതിനുവേണ്ടി എത്ര വലിയൊരു വില നൽകി എന്നുള്ളൊരു കാര്യം നമ്മള് മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമയമില്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു സമയം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പല അസൗകര്യങ്ങളും മാറ്റിവെച്ചായിരിക്കും നമ്മൾ അവരെ ചിലപ്പോൾ അവരുടെ രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ ആ ഒരു സ്നേഹം, കർത്താവ് എന്നെ പൊൻകിരീടം, ആ ഒരു ജീവന്റെ കിരീടം എന്നും നീതിയുടെ കിരീടം എന്നൊക്കെ, ക്രൗൺ ഓഫ് ലൈഫ്, ക്രൗൺ ഓഫ് റൈച്ചസ്നെസ് എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ജീവന്റെ കിരീടം, അത് ആക്ഷരികമായിട്ട് നമ്മൾ ജീവന്റെ കിരീടം കർത്താവ് അന്ന് നമുക്ക് തരും, കർത്താവിന്റെ നാടിലെ വിശ്വസ്തരായവർക്ക് തരും എന്നൊക്കെ ഉള്ള കാര്യം 2 തിമോഥെയോസ് 4-ന്റെ 6-ാമത്തെ 7-ാമത്തെ വാക്യത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്. വിശ്വാസ നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, എനിക്ക് വേണ്ടി മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും എന്നൊക്കെ അവിടെ 2 തിമോഥെയോസ് 4-ന്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പോ എന്താ ജീവന്റെ കിരീടം അക്ഷരികമായിട്ട് നമുക്ക് അന്ന് ലഭിക്കും എന്ന് ആത്മീയമായിട്ട് പറഞ്ഞാൽ ഇന്നേ ആത്മാവിൽ നമുക്ക് ജീവന്റെ കിരീടം ചൂടാം എന്ന് പറഞ്ഞാൽ അത് അധികമായിട്ട് ദൈവത്തിന്റെ ജീവനും നീതിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ജീവന്റെ കിരീടം ചൂടാനായിട്ട് ദൈവം നമുക്ക് ഓരോ അവസരങ്ങൾ തരുക ചെയ്യുന്നത്. അത് അക്ഷരികമായിട്ട് അത് അന്ന് ഒരു നാളിൽ വെളിപ്പെടും. എന്നാൽ ഇന്ന് തന്നെ നമുക്ക് അധികം ജീവനും കർത്താവിന്റെ നീതി നമ്മളുടെ നീതി നമുക്കായിട്ട് കണക്കിടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ നീതി നമ്മളുടെ ആത്മമനുഷ്യന്റെ ഭാഗമായിട്ട് മാറുമ്പം കർത്താവിന്റെ ജീവന്റെ കിരീടവും നീതിയുടെ കിരീടവും ഒക്കെ ഇന്ന് തന്നെ രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്. ഇവൻ വെളിപാട് 1:5 5:10 ഒക്കെ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വി ആർ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, വെളിപാട് 1:5 പിന്നെ വെളിപാട് 5:10 ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് രാജാക്കന്മാരാണ്. ഇന്ന് തന്നെ നമ്മൾ ക്രിസ്തു യേശുവിൽ വാഴും എന്നൊക്കെ എവിടെ റോമർ 5:17 ദൈവത്തിന്റെ റോമർ 5:17 എടുക്കുവാണെങ്കിൽ അവിടെ നമ്മള് നിത്യതയിൽ വാഴുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇന്ന് നമ്മൾ പാപത്തിന്റെ മീതെ സാഹചര്യങ്ങൾക്ക് മീതെ ഒക്കെ നമ്മൾ വാഴുമ്പോൾ അവിടെ ഒരു രാജകീയ പൊൻകിരീടം ആയിട്ടാണ് നമ്മൾ വാഴുന്നത്. അതാ റോമർ 5:17 ഏകന്റെ ലംഘനത്തിൽ മരണം ആ ഏകൻ നിമിത്തമാണോ എങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവന് വാഴും. ദേ വിൽ റെയിൻ ഇൻ ലൈഫ്. നമുക്ക് വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാകുന്ന ആകുല ചിന്തകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ ഒരു കയ്പോ ഒരു വിരോധമോ ക്ഷമിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നമ്മെ തന്നെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവില് നമുക്ക് ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആകുല ചിന്തകൾ ഇല്ലാതെ ആയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ എന്താ ചെയ്യുന്നത്? നമ്മളവിടെ വാഴുകയാണ്. വി ആർ റെയിനിങ് ഇൻ ലൈഫ്. അതാണ് യഥാർത്ഥത്തിലുള്ള റൂളിങ് ഓവർ സിൻ. പാപത്തിന് മീതെ പാപത്തിന്റെ മേലെ നമ്മൾ കർത്തൃത്വം നടത്തുന്ന ഒരു കാര്യം. പാപം നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലെന്ന് അതിന്റെ തൊട്ട് താഴെ 6:14 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയൊക്കെയാണ് കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവരായിട്ട് ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ നീതിദാനം, കർത്താവ് നമുക്ക് നീതി കണക്കിടപ്പെട്ടിരിക്കുന്നു എന്ന നമ്മൾ ദൈവത്തിന്റെ കൃപയ്ക്ക് അധീനരാകുമ്പോൾ ആ കർത്താവിന്റെ നീതി, കർത്താവിന്റെ സ്വഭാവം നമ്മളുടെ മേല് പരിശുദ്ധാത്മാവ് ചുരിഞ്ഞ് നമുക്ക് അവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കയ്പില്ലാതെ നമുക്ക് ധൈര്യത്തോടെ ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മനുഷ്യരെ പേടിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ എവിടെ ആ സാഹചര്യത്തിന് മേലെ വാഴുന്ന എപ്പോഴാ? കർത്താവിന്റെ കൃപയും നീതിദാനത്തിന്റെ സമൃദ്ധി നിമിത്തം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയാൻ നമുക്ക് ദൈവം ഒരു ധൈര്യം തരുന്നു. ചിലപ്പം ഭർത്താവിനോട് ചില കാര്യം പറയാനായിരിക്കും നമുക്ക് പേടി. ചില ഭാര്യമാരെ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് തിരുത്താനോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതെ ഞാൻ അങ്ങനെ പറഞ്ഞ വഴക്ക് പറയൂ, അതങ്ങനെ പറയൂ, ഇതിങ്ങനെ പറയൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഒരു മനുഷ്യന്റെ ഭയത്തിൽ അടിമപ്പെട്ടിരിക്കുക. നമ്മൾ അവിടെ അതിന് മേലെ വാഴണം. എന്താ കർത്താവ് ഏതൊരു സാഹചര്യം ആവട്ടെ, അത് കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം, ഏത് കാറ്റഗറി പെടുന്ന എന്ത് കാര്യമായാലും നമ്മള് എന്തെല്ലാം പാപങ്ങള് നമ്മുടെ ജീവിതത്തിൽ അതിക്രമിച്ച് വരുമ്പം അവിടെ അതിന്റെ മേലെ വാഴുന്നവരാകാനാ. അപ്പൊ കർത്താവ് മുൾക്കിരീടം ചൂടി എന്നുള്ള കാര്യം നമ്മൾ വായിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, ഞാൻ ജീവന്റെ കിരീടം ആർക്കാ? രാജാക്കന്മാർക്ക്, വാഴുന്നവർക്കാ കിരീടമുള്ളത്. അപ്പൊ കർത്താവ് മുൾക്കിരീടം ചൂടിയിട്ട് ഞാൻ ജീവന്റെ കിരീടം എന്ന് ചൂടുന്നില്ലെങ്കിൽ കർത്താവ് മുൾക്കിരീടം ചൂടിയത് വേസ്റ്റ് ആയിപ്പോയി എന്ന് പറയേണ്ടത്. എന്നാൽ അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും ആവാതിരട്ടെ. കർത്താവ് ബന്ധിക്കപ്പെട്ടത് നമ്മൾ വിടുവിക്കപ്പെടാനാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട്. കർത്താവ് അടിപ്പിണരുകൾ ഏറ്റത് നമ്മളുടെ സൗഖ്യത്തിനായിട്ട്. നമ്മളുടെ ജീവിതത്തിൽ ഇന്നും ചില പഴയ മുറിവുകളും അയ്യോ അവരങ്ങനെ പറഞ്ഞു, അയ്യോ അന്നത്തെ ആ മുറിവ് അത് ശരി, ശാരീരികമായിട്ടുള്ള സൗഖ്യം കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. ചില സമയത്ത് ദൈവം മരുന്നിലൂടെ ആയിരിക്കും, ചില സർജറിയിലൂടെ ആയിരിക്കും സൗഖ്യമാക്കുന്നത്. ചില സമയത്ത് ദൈവം സൂപ്പർനാച്ചുറലായിട്ട് അതീന്ദ്രിയമായിട്ട് നമ്മളെ സൗഖ്യമാക്കുക. ആ ശാരീരികമായ സൗഖ്യം ഓഫ്കോഴ്സ് അത് പുനരുദ്ധാന ശരീരത്തിലാണ് നമ്മൾ അതിന്റെ ഒരു പാരമ്യത, യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണത നമ്മൾ അനുഭവിക്കുന്ന ആ സൗഖ്യത്തിന്റെ. ഇന്ന് നമ്മളുടെ മനസ്സിന്റെ സൗഖ്യമാവട്ടെ, നമ്മളുടെ ആത്മാവിന്റെ സൗഖ്യമാവട്ടെ, കർത്താവ് അടിപ്പിനുകൾ ഏറ്റത് എന്നെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് അവിടുന്ന് എന്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം പലതരത്തിലുള്ള മനസ്സിന് മുറിവുകളോ പല പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ആത്മീയ മനുഷ്യനെ ചുരുക്കി കളയുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് അവിടുന്ന് അടിപ്പിണരുകൾ ഏറ്റു. അതുകൊണ്ട് ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് ഞാനെങ്കിൽ വിശ്വസിക്കുന്ന കർത്താവേ,
അത് നമുക്ക് ശാരീരികമായിട്ടുള്ള ആ ഒരു അസുഖങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പറയാം, കർത്താവ് അവിടുന്ന് അടുപ്പിടയിൽ കേട്ടു എന്റെ, അതുകൊണ്ട് കർത്താവ് എന്റെ ഈ വേദന അങ്ങ് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാം. പക്ഷെ അതിനുശേഷം വേദന മാറിയില്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ കർത്താവ് അതിനുള്ള മാർഗ്ഗങ്ങൾ തന്നെ, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു രോഗം മാറുന്നില്ലെങ്കിൽ ഒഫ്കോഴ്സ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കർത്താവ് അനുവദിക്കുന്നത് പോലെ അതിന്റെ ദൈവം അനുവദിച്ചിട്ടുള്ള നമുക്ക് പ്രാപ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. തീർച്ചയായിട്ടും ദൈവം അതിലൂടെ ആയിരിക്കും പലപ്പോഴും നമ്മളെ സൗഖ്യമാക്കുന്നത് നമുക്കറിയാം. എന്ന് ആ രോഗത്തിന്റെ അവസ്ഥയിൽ ഏതൊരു ഡോക്ടറെ വിളിക്കുന്നതിനെക്കാട്ടിലും ആദ്യമായിട്ട് ഏത് മരുന്ന് ആദ്യം കൊടുക്കണമെന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും കർത്താവ് ആദ്യം, കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവട്ടെ, നമുക്കാവട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കാവട്ടെ, നമ്മളെ പല രോഗങ്ങളോ പ്രയാസങ്ങളോ കേൾക്കുമ്പോൾ ആദ്യം കർത്താവിനോട് തീർച്ചയായിട്ടും സൗഖ്യമാക്കാൻ പറയണം. പിന്നെ സൗഖ്യം അതിന്റെ പൂർണ്ണ ഒരു അത് നമ്മൾ കാണുന്നില്ല. അപ്പം ദൈവം നമ്മളെ അടുത്ത സ്റ്റെപ്പ് ഓഫ്കോഴ്സ് നമ്മള് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള മരുന്നോ അതിന്റെ ഡോക്ടേഴ്സ് കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ എടുക്കണം. എന്ന് മനസ്സിന്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിന്റെയും സൗഖ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ മനസ്സിന്റെ സൗഖ്യം പൂർണ്ണമായിട്ട് വരുന്നില്ല, അപ്പം പിന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ, മനസ്സിനെ ഡോക്ടറെ ചെന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ പോലെ ഉള്ള കാര്യങ്ങൾ. ആത്മാവിന്റെ സൗഖ്യത്തിലും അതുപോലെ തന്നെ നമുക്ക് ചില ആത്മീയമായിട്ടുള്ള ചില പോരാട്ടങ്ങളിൽ സൗഖ്യം കാണുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ആത്മീയരായിട്ടുള്ള നമുക്ക് മുതിർന്ന സഹോദരങ്ങളോട് ആലോചന ചോദിക്കൂ, അവരോട് പ്രാർത്ഥിക്കാൻ പറയും, അവരുടെ ഒരു ഉപദേശം തേടുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമില്ല. കർത്താവ് അടിപ്പിണരുകൾ ഏറ്റു, മാറുകൊണ്ട് കർത്താവ് അടിയേറ്റു, അത് എന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം. പിന്നെന്താ, നമ്മൾ അവിശ്വാസം നിമിത്തം നമ്മളുടെ സൗഖ്യം തടസ്സപ്പെടാൻ ഇടയാകരുത്. ഒരുപക്ഷെ ദൈവത്തിന് സൗഖ്യമാകാൻ ഹിതമുണ്ടായിട്ട് നമ്മുടെ ആ ഒരു വേണ്ടവണ്ണം ഒരു വിശ്വാസം ഇല്ലാതെ ആയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിക്കൂടായികയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തോടെ, അത് നമ്മൾ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ലഭിച്ചു എന്ന വണ്ണം മർക്കോസ് 11-ാം അധ്യായത്തിലെ ആ വാക്യം ഞാനൊന്ന് എടുത്തോട്ടെ. ആ ഒരു സൗഖ്യത്തെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള വേറെ എന്തൊരു കാര്യമായാലും നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണ്ടേ? ചിലപ്പോ ആക്കുമായിരിക്കും, ചിലപ്പോ ആക്കത്തില്ലായിരിക്കും. അങ്ങനെയല്ല. 24-ാമത് മർക്കോസ് 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തില്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. അത് ലഭിക്കും എന്ന് വിശ്വസിക്കുമെന്നല്ല, യു ഹാവ് ഓൾറെഡി റിസീവ്ഡ് ദം. അതാ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കർത്താവേ അവിടുന്ന് ഉത്തരവ് അരുളിയതിനായിട്ട്, കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട്, പ്രാർത്ഥന കേട്ട് ഉത്തരവ് അരുളിയതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യണ്ട. അല്ലാതെ ആ ഉത്തരം അരുളിയേക്കും, അരുളിയിരിക്കാം, കർത്താവിന് ചിലപ്പം അങ്ങനെ ആയിരിക്കാം, അങ്ങനെ അല്ല. പക്ഷെ കർത്താവേ അവിടുന്ന് ഉത്തരവ് അരുളി, അതാ അതിനായിട്ട് നന്ദി, ഹല്ലേലൂയ, നന്ദി കർത്താവേ, അവിടുന്ന് ഉത്തരം അരുളിയെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. അതാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമിക്കുന്ന കാര്യമൊക്കെ കർത്താവിന്റെ താഴോട്ട് പറയുന്നത് കൊണ്ട് നമ്മൾ ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ക്ഷമിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം. ചിലപ്പോൾ ക്ഷമ തന്നെ നമ്മുടെ സൗഖ്യത്തിനായിട്ടോ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കാം. എല്ലാവരോടും ക്ഷമിക്കണം. ക്ഷമിച്ചതിനായിട്ട് ഇനിയിപ്പോൾ ആരോടും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം, നമ്മൾ ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ നമുക്ക് വിശ്വാസത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ സൗഖ്യമാക്കി. സാഗ്ബർ ഇങ്ങനെ ഒരു ഫെയ്ത്തിന്റെ ഒരു ഡെഫിനേഷൻ സാഗ്ബർ ഇങ്ങനെ പറയാറുണ്ട്, ഫെയ്ത്ത് ഈസ് ടു ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് മോർ ഈഗർ ടു ബ്ലെസ് യു than you are eager to receive that blessing or even ask for that blessing. കർത്താവ് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനോ ആ പ്രാർത്ഥനയുടെ ഉത്തരം ഏറ്റെടുക്കാനോ നമുക്കുള്ള ആഗ്രഹത്തെക്കാട്ടിലും ദൈവത്തിനാണ് ആഗ്രഹം ആ പ്രാർത്ഥന നമുക്ക് നൽകാനായിട്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തിരി ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് താല്പര്യമൊന്നുമില്ല. കർത്താവിന് ചിലപ്പോൾ തോന്നിയാൽ ചിലപ്പോൾ കർത്താവ് ഉത്തരവരുളിയായിരിക്കും. അത് നമ്മുടെ അവിശ്വാസമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ലോർഡ്, ഐ ബിലീവ് ദാറ്റ് യു ആർ മോർ ഈഗർ ടു ഹീൽ മീ ദെൻ ഐ ആം ഈഗർ ടു ആസ്ക് ഫോർ ദാറ്റ് ഹീലിംഗ്. എന്നെ സൗഖ്യമാക്കുവാന് അവിടത്തേക്ക് എന്നെ ഞാൻ സൗഖ്യം ചോദിക്കുന്നതിനെക്കാട്ടിലും എന്നെ സൗഖ്യമാക്കാൻ അവിടത്തേക്ക് ആഗ്രഹമുള്ള എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവിടത്തേക്ക് സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ ഇവിടെ ഓർക്കുന്നുണ്ട്, അർപ്പിതയും ജോസിനെയൊക്കെ സ്ത്രീകളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആ ഒരു ഡെലിവറി ഒക്കെ നടക്കുന്നതിന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിട്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ രാത്രിന്റെ വേദന വരാൻ തുടങ്ങി. അപ്പൊ അത് മാസമൊക്കെ തികയുന്നതേ ഉള്ളൂ, ഇരട്ടകളാ. അപ്പൊ ഇങ്ങനെ സന്ധ്യവട്ടം എനിക്ക് അവിടെ വേദന തോന്നി, ഇവിടെ വേദന തോന്നുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് വേറെ കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവേ, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ലോർഡ് വി ബിലീവ് ദാറ്റ് യു ആർ മോർ ഈഗർ ടു ഹീൽ ദിസ് ദാൻ വി ആർ ഈഗർ ടു ആസ്ക് എന്ന് പറഞ്ഞ് അവിടെ
812 ആ റൂമിൽ പ്രാർത്ഥിക്കും. ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാല് അതായത് ഇത് ഇപ്പോഴേ ലേബറിലോട്ട് പോകരുത്, ഇപ്പോഴേ പ്രസവത്തിലോട്ട് പോകാൻ സമയമായിട്ടില്ല. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇതിനുള്ളിൽ ഇരുന്ന് കിക്കി ചവിട്ടിലും തുള്ളിലും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. എന്നാൽ കർത്താവേ അതിന് സമയമായിട്ടില്ല. അതുകൊണ്ട് കർത്താവേ അവിടുന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അതിനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പോകുന്നു വേണ്ട, അല്ലെങ്കിൽ പിന്നെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആ ഒരു സമയത്തിലേക്ക് പോയേനെ എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഴ നിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞാന് എന്താ യുനോ പ്രാർത്ഥിക്കുന്നതിലും അധികമായിട്ട് അവിടത്തേക്ക് ആ പ്രാർത്ഥന ഉത്തരവാൻ അവിടത്തേക്ക് കഴിയുന്നു. അവിടുന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനൊരു ആഗ്രഹമുണ്ട് എന്ന് ആ പ്രാർത്ഥിക്കുന്നതിന്റെ ആ ഒരു ഈഗർനെസ്, ആ ഒരു താല്പര്യത്തെക്കാട്ടിലും എനിക്ക് ഉത്തരം അറിയുവാൻ അവിടുന്ന് അധികം തൽപരനായിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിറയപ്പെടാൻ ആഗ്രഹമുണ്ട്, കർത്താവിന് നിറയ്ക്കാനൊന്നും ആഗ്രഹമില്ല. അത് നമ്മുടെ അവിശ്വാസം. മറിച്ച് കർത്താവെ അവിടത്തേക്ക് എന്നെ നിറയ്ക്കുവാൻ എന്നെക്കാട്ടിലും അധികമായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും കാര്യങ്ങളും കർത്താവെ അവിടത്തേക്കാണ് ഉത്തരവെല്ലാം കൂടുതലായിട്ടുള്ള ഒരു വെമ്പലായിട്ടുള്ള കർത്താവെ. എനിക്ക് അതിന്റെ ഒരു അംശം പോലും ഇല്ല. അതാ യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അപ്പൊ ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ഒരു സൗഖ്യത്തിന്റെ കാര്യം മാത്രമാവില്ല, നമ്മളുടെ ശാരീരിക സൗഖ്യമാവട്ടെ, മനസ്സിന്റെ സൗഖ്യമാകട്ടെ, ആത്മീയ സൗഖ്യമാവട്ടെ, ആ സൗഖ്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി അടിപ്പിണരുകൾ ഏറ്റു. പിന്നെ കർത്താവ് ധൂമ്രവസ്ത്രവും മുൾക്കിരീടവും ഒക്കെ ധരിച്ചു. മുൾക്കിരീടം ധരിച്ചെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു രാജകീയ കിരീടം ധരിച്ച് നമ്മൾ ഇന്ന് വാഴുവാൻ വേണ്ടി ആ കർത്താവ് ആ മുൾക്കിരീടം ധരിച്ചത്. അതുപോലെ തന്നെ കർത്താവ് ധൂമ്രവസ്ത്രം ധരിച്ച് പരിഹാസിതനായിട്ട് ഒരു രാജാക്കന്മാരെയൊക്കെ ധരിപ്പിക്കുന്ന പോലെ വലിയ പർപ്പിൾ റോബൊക്കെ കർത്താവിനെ അവർ ധരിപ്പിക്കുമ്പോൾ ഒരു പരിഹാസപാത്രമായിട്ട് കർത്താവ് നമ്മളെ നമുക്ക് വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ പരിഹാസപാത്രരാകാതിരിക്കാൻ വേണ്ടി, നിന്നത് പാത്രരായി മേവാൻ നായകൻ നമ്മളെ കൈവിടുകയില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളുടെ കരപുരണ്ട തുണികളുമായിട്ട് ഇരിക്കുവാണ്. എന്നാൽ ആ കരപുരണ്ട തുണി മാറ്റി നമ്മളെ ഉത്സവ വസ്ത്രവും നമുക്കൊരു ടർബൻ തലപ്പാവും ഒക്കെ തരുന്ന ഒരു കർത്താവിന്റെ സ്നേഹം, നമുക്കൊരു മണവാട്ടി വസ്ത്രം, നമ്മള് ഈവൻ അതിനുശേഷം കർത്താവിനെ വിവസ്ത്രനാക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കർത്താവിന് വസ്ത്രം ചീട്ടിട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ താഴോട്ടൊക്കെ വായിക്കുന്നുണ്ട്. കർത്താവ് വിവസ്ത്രനായതും കർത്താവ് പരിഹാസ്യ വസ്ത്രമൊക്കെ ധരിച്ചതും ഒക്കെ എന്നെ മണവാട്ടി വസ്ത്രം, കർത്താവിന്റെ നീതിയെങ്കിൽ ധരിപ്പിക്കുന്നു. എന്നാൽ അത് മാത്രം പോരാ, എന്നെ മണവാട്ടി വസ്ത്രം ധരിപ്പിക്കുന്നു. നമ്മള് വെളിപ്പാട് പുസ്തകത്തിലെ ആ പോർഷനിലോട്ടൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ വരുന്ന നീതിമാന്മാർ വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് ആ മണവാട്ടി വസ്ത്രം എന്നൊക്കെ നമ്മൾ വെളിപാട് 19 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. നമ്മളെ മണവാട്ടി വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി കർത്താവ് ധൂമ്രവസ്ത്രവും വിവസ്ത്രനാവുകയൊക്കെ കർത്താവ് ആ അവസ്ഥയിലൂടെ കർത്താവ് കടന്നുപോയി. അതുപോലെ തന്നെ നമുക്ക് മണവാട്ടി വസ്ത്രമുണ്ട്, പിന്നെന്താ പുരോഹിത വസ്ത്രമുണ്ട്. നമ്മളെ രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിച്ചിരിക്കുന്നത് നമ്മളെ പുരോഹിത വസ്ത്രം ധരിപ്പിക്കാനായിട്ട്. പിന്നെ സർവായുധ വർഗം ധരിക്കുന്നതിനെ കുറിച്ച് നമ്മള് എഫേസ്യർ 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ സർവായുധ വർഗവും പുരോഹിത വസ്ത്രവും മണവാട്ടി വസ്ത്രവും നീതി അങ്കിയൊക്കെ ധരിപ്പിക്കാനായിട്ട് കർത്താവ് അതുപോലെ പരിഹാസത്തിനായിട്ട് ധൂമ്രവസ്ത്രവും വിവസ്ത്രനാക്കപ്പെടുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ഭാഗത്തിൽ അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കരണത്തടിച്ചു. ഹെയിൽ കിങ് ഓഫ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിനെ കരണത്തടിച്ച കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യം, പിലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര അടുപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ അടികൊണ്ടെങ്കിലും പിലാത്തോസിന് തന്റെ അത് ചില ചരിത്രകാരന്മാര് പറഞ്ഞ പിലാത്തോസ് അന്നത്തെ ചക്രവർത്തിയുടെ ഗ്രാൻഡ് ഡോട്ടറിനെ, കൊച്ചുമകളെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. അപ്പം പിലാത്തോസിന്റെ ഗവർണർ സ്ഥാനം ഒരു വലിയൊരു കരുത്തുള്ള സ്ഥാനമൊന്നും അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അത് പോവായിരുന്നു. അപ്പം പിലാത്തോസിന് എങ്ങനെങ്കിലും തന്റെ ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പൊസിഷനൊക്കെ ഒന്ന് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പിലാത്തോസ് അങ്ങനെ ഒരു തന്റെ മനസാക്ഷിക്ക് ഒത്തവണ്ണ ഒരു ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു വീക്ക്നെസ്, ആ ഒരു ബലഹീനതയൊക്കെ മുതലെടുത്തുകൊണ്ട് ആൾക്കാരുടെ ആ ഒരു വലിയ ആൾക്കൂട്ടം ക്രൂശിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പിലാത്തോസ് അതിന് വശംവദനായി പോകുന്ന ഒരു നട്ടലില്ലാത്ത മനുഷ്യനായിട്ട് പിലാത്തോസ് അവിടെ കാണപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറയുന്ന ആളിനെ തന്നെ ഇങ്ങനെ പോയി അടുപ്പിക്കുന്നു. ഒരുപക്ഷെ അവരിൽ ഇനിയിപ്പം ക്രൂശൊന്നും വേണ്ട, ഇത്രയൊക്കെ അടിയൊക്കെ കൊണ്ടല്ലോ എന്ന് വിചാരിച്ച് അവര് അങ്ങ് ഓക്കെ പറയുന്നു. പിലാത്തോസ് അങ്ങ് വ്യാമോഹിച്ചു. പക്ഷെ പിലാത്തോസിന്റെ ഒരു ഭോഷത്തരങ്ങൾ നമ്മളവിടെ കാണുന്നു. പിന്നെയും പുറത്തുനിന്ന് ഞാൻ അവനിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവന് നിങ്ങളുടെ അടുക്കൽ ഇതാ
പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പിലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ബിഹോൾ ദ മാൻ, ആ മനുഷ്യൻ. യഥാർത്ഥത്തില് കുറച്ച് കഴിയുമ്പോൾ ബിഹോൾ ദ കിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മള് ഇങ്ങനെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പറയുന്നത് ഇതാ നിങ്ങളുടെ ആ മനുഷ്യൻ, ഇതാ ബിഹോൾ ദ മാൻ. കുറച്ച് കഴിയുമ്പോൾ ബിഹോൾഡ് യുവർ കിങ്. അതിന്റെ 14-ാമത്തെ വാക്യത്തില് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറയുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിലാത്തോസ് ബിഹോൾ ദ മാൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രവചനാത്മാവും ഉണ്ടെന്ന് നമുക്ക് കാണാം. കയ്യഫാവ് പ്രവചനാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ പിലാത്തോസ് ബിഹോൾ ദ മാൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ, യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ ആയിട്ട്, ഏറ്റവും പെർഫെക്റ്റ് മാൻ ആയിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച ആ മനുഷ്യൻ ഇതാ എന്ന് പിലാത്തോസ് അത് പിലാത്തോസ് തന്നെ അറിയാതെ അതൊരു പ്രവചനാത്മാവില് ഒരു വലിയ സാക്ഷി, യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ. എന്നുവെച്ചാൽ ഇതുപോലെ ചാട്ടവാറടിയൊക്കെ കൊള്ളുമ്പം ബാക്കിയുള്ള കുറ്റവാളികളൊക്കെ ഒത്തിരി ശാപവാക്കും ബഹളവും ആക്രോശവും ഒക്കെ ആയിരിക്കും. കർത്താവ് തന്നെ കർത്താവൊന്നും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്നു എന്നൊക്കെ നമ്മൾ യെശയ്യാവ് 53 നമ്മൾ വായിക്കുന്നുണ്ട്. ഈവൻ റോമർ 8-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് ഒന്നും മിണ്ടാതിരുന്ന ഈ ചാട്ടവാറടിയൊക്കെ കൊണ്ടപ്പം പിലാത്തോസ് തന്നെ ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്നുള്ള ഒരു പിലാത്തോസിന്റെ ഒരു സാക്ഷ്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു തന്റെ ആ വലിയ വേദനയുടെ അതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പോലും കർത്താവിന്റെ എപ്പോഴും ആ ദിവ്യ സൗരഭ്യം, ആ ഒരു ചന്ദനമരത്തെ വെട്ടുമ്പോഴും ചന്ദനമരം സുഗന്ധം പുറപ്പെടുവിക്കുകയാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആൾക്കാരെ പല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴും അവിടെയും യേശുവിന്റെ സ്വഭാവം പുറപ്പെടുന്ന കാര്യം. എത്രയോ രക്തസാക്ഷികളായിട്ടുള്ള വിശ്വാസ വീരന്മാരൊക്കെ അതുപോലെ ആ ഒരു വലിയ വലിയ മാന്യതയോടെ ആ രക്തസാക്ഷിത്വം വഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു കർത്താവിന്റെ ആ ഒരു സഹനത്തിന്റെ തീവ്രതയിലും യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാ ജീവിക്കേണ്ടതെന്നുള്ളൊരു കാര്യം അത് ഓർഡർ ചെയ്ത് ഗവർണർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രംഗമൊക്കെയാണ് നമ്മളിവിടെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. തൊട്ട് 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് ദിവസമായിച്ച് അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാമല്ലോ. മാറാത്തവനായിട്ടുള്ള കർത്താവ്. 441 കാണുന്ന ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായ ഒരു ശാശ്വത പാറ, സുസ്ഥിരമാനസൻ എവനുവൻ യാഹിൽ ആശ്രയം വയ്ക്കുകയിൽ അനുദിനം നാഥൻ നല്ല സ്വസ്ഥതയോടെ കാത്തിടും. ആ ഒരു കർത്താവ് നമ്മളെ കാക്കുന്ന ആ ഒരു വലിയൊരു കാര്യം നമ്മളെ 5-ാമത്തെ സ്റ്റാൻസിലൊക്കെ നമ്മൾ ചതഞ്ഞ ഓടയുടെ അവസ്ഥയിലാണെങ്കിലും കെടുത്തി കളയാതുള്ള കർത്താവിന്റെ സ്നേഹം, നമുക്ക് വേണ്ടി ആ മുൾമുടിയും നമുക്ക് വേണ്ടി ആ ചാട്ടവാറടിയും സുമർവസ്ത്രവും വിവസ്ത്രനാകുന്നതും എല്ലാം കർത്താവ് എനിക്ക് വേണ്ടിയാണ് കർത്താവ്. വേറെ ഈ ലോകത്തൊരു പാപിയില്ലാന്നെങ്കിൽ പോലും കർത്താവ് എനിക്ക് വേണ്ടി അതെല്ലാം വന്ന് സഹിക്കുമെന്നൊക്കെ കൊണ്ട് എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിൽ എനിക്ക് ആശ്രയിക്കാനൊക്കും. അവിടുന്ന് ഒരു ശാശ്വത പാറയാണ്. ആ വലിയ ആശ്രയബോധത്തോടെ സന്തോഷത്തോടെ നമുക്ക് പ്രത്യാശയോടെ നന്ദിയോടെ നമുക്ക് പാടാം. ശാശ്വത കാണുന്നു ഞാൻ കർത്താവിന് ഭാഗ്യം നിറഞ്ഞ നന്ദിയോടെ നമുക്ക് വേണ്ടി ദൈവം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ടി കരുതി വെച്ചു. ദൈവം തന്നെ മനുഷ്യനായിട്ട്, ആ ദൈവത്തിന്റെ ആ വചനം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് നമുക്കായിട്ട് ഒരു പരിപൂർണ യാഗമായി തീരുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നമുക്ക് ദാനമായിട്ട് തന്നെ ആ പിതാവിന്റെ ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. കർത്താവ് എത്ര പരിപൂർണ യാഗമായിട്ട് താൻ ഇത്രയും ചാട്ടവരടിയും മുൾക്കിരീടവും നിന്നയും അപമാനവും തുപ്പലും പിടിയും എല്ലാം കൊള്ളുമ്പോഴെല്ലാം കർത്താവ് ഒരു പരാതിയോ വെറുവെറുപ്പോ ഒന്നും ഇല്ലാതെ തന്നെ ശകാരിക്കുന്നവരെ പകരം ശകാരിക്കാതെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ ആട് നിന്ന് കൊടുക്കുന്നത് പോലെ കർത്താവ് വാതുറക്കാതെ നിന്ന കർത്താവിന്റെ ആ സ്നേഹം, കർത്താവിന്റെ താഴ്മ, കർത്താവിന്റെ സൗമ്യത, തന്റെ പിതാവിന്റെ ഹിതത്തിനായിട്ട് തന്നെ പരിപൂർണമായിട്ട് യാഗമായിട്ട് അർപ്പിച്ച യേശു കർത്താവിന്റെ ജീവിതത്തിലുടനീളം അത്രയും അതികഠിനമായിട്ടുള്ള വലിയ കഠോരമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള വേദനയിലൂടെ അതുപോലെ ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെയുള്ള ആ ചൂണ്ട മുള്ളു മാതിരിയുള്ള ആ മുള്ളുകളെല്ലാം കർത്താവിന്റെ പുറത്തെല്ലാം പുഴുവചാലികളെ പോലെ നീളത്തിലേക്ക് ഇറപ്പെടുമ്പോഴെല്ലാം കർത്താവ് പിതാവിന്റെ സന്നിധിയിലുള്ള ആ ഒരു സമാധാനത്തോടെ
പിതാവിനുള്ള ഒരു സന്തോഷത്തോടെ, പ്രത്യാശയോടെ, നീതിയോടെ ന്യായം വിധിക്കുന്നവനിടയ്ക്ക് എല്ലാം ഫലമേൽപ്പിച്ച ആ കർത്താവ് അത്രയും വലിയ വേദനയിലൊന്നും ഒരു പരാതിയോ വെറുപ്പോ ഒരു ആകുല ചിന്തകളോ ഒന്നുമില്ലാതെ, അത് മാനസികമായിട്ട് ഒരിക്കലും നിൽക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, നാം നിത്യാത്മാവിനാൽ തന്നെ നിഷ്കളങ്കനായിട്ട് സമർപ്പിച്ച കർത്താവ് പരിശുദ്ധാത്മാവിനാല് മാത്രമേ അതുപോലെ തന്നെ ആ അത്രയും വലിയ ആ കഠോരമായിട്ടുള്ള വേദനയുടെ നടുവിലൊക്കെ ഒരു പരാതി വെറുപ്പും ഇല്ലാത്ത സ്തോത്രത്തോടെ എല്ലാത്തിലും സ്തോത്രം ചെയ്യുകയും എല്ലാത്തിലും നന്ദി കരയുന്ന ദൈവത്തിന് വചനം പറയുമ്പോൾ ആ വചനം ജഡമായി തീർന്ന യേശു കർത്താവ് എല്ലാത്തിലും നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ചാട്ടവാറടി കൊള്ളുമ്പോഴും അതിനും പിതാവിന് നന്ദി പറഞ്ഞ്, ഇത് പിതാവ് തന്ന പാനപാത്രം എന്ന് പറഞ്ഞ കർത്താവ് അത് നിത്യാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കർത്താവിന് അതുപോലെ നിഷ്കളങ്കനായി തന്നെ വിളിപ്പിച്ച യേശു കർത്താവ്. ആ കർത്താവിന്റെ രക്തമാണ് നമ്മളെ എല്ലാ നിർജീവ പ്രവൃത്തികളിൽ നിന്നും നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കുന്നത്. നമ്മളെ പ്രയർ 9:14 നമ്മൾ വായിക്കുന്നത് ആ നിത്യാത്മാവിനാൽ തന്നെ നിഷ്കളങ്കനായിട്ട് സമർപ്പിച്ച കർത്താവിനെ പോലെ ആ കർത്താവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നിർജീവ പ്രവൃത്തികള്, നമ്മളുടെ കറപുരട്ട തുണികളെല്ലാം കർത്താവിന്റെ ഭാഗ്യം അതെല്ലാം മാറ്റപ്പെടട്ടെ. കർത്താവിന്റെ രക്തത്താൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും, നമ്മളുടെ എല്ലാ സ്വാർത്ഥതയും, നമ്മളുടെ നികളവും, നമ്മളുടെ അശുദ്ധിയും, നമ്മളുടേതായ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും കാര്യങ്ങളും എല്ലാം, നമ്മളുടെ ആകുല ചിന്തകളോ കർത്താവിന്റെ വിശുദ്ധിക്ക് ചേരാത്തതായിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ, കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവത്തിന് ചേരാത്തതായിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം യേശു കർത്താവ് പറഞ്ഞ ചുരുങ്ങി ആ ചെഞ്ചോരയിൽ നിന്ന് കഴുകപ്പെടാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന് മുമ്പാകെ അങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ട് സംഭവിച്ചത് പോലും ഏറ്റവും നന്മയ്ക്കായിട്ട് ആക്കി തീർക്കുന്ന ആ പിതാവിന്റെ ആ സർവശക്തനായ പിതാവിന്റെ സ്നേഹം ആ ദൈവത്തിന് മുമ്പാകെ നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. പിതാവിനെ നമ്മളെ സ്നേഹിച്ച് ക്രിസ്തുവിൽ നമ്മളെ ദൈവം സൂക്ഷിക്കുന്ന ആ വിധങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മളെ ആ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് ഓരോ സാഹചര്യത്തിൽ നമ്മൾ വീണു പോകാൻ നമ്മളെ സൂക്ഷിക്കുന്ന ഉൾപ്പെടുവാനിരിക്കുന്ന വലിയ ഇൻഹെറിറ്റൻസിനായിട്ട്, വലിയ നിക്ഷേപത്തിനായിട്ട്, അതിനായിട്ട് അവകാശത്തിനായിട്ട് നമ്മളെ ക്രിസ്തു യേശുവിൽ കാക്കപ്പെടുന്ന, നമ്മളെ കാക്കുന്ന, നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമ്മളെ ആടുകള് എല്ലാം തെറ്റിപ്പിരിഞ്ഞു പോയി എന്ന ആ പ്രാണന്റെ അധ്യക്ഷനായിട്ടുള്ള പ്രാണന്റെ ഇടയിൽ അധ്യക്ഷനുമായിട്ടുള്ള കർത്താവിലേക്ക് നമുക്ക് അടുത്ത് വരാം. നമ്മളെ ഏതൊരു അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്താൽ ആകർഷിച്ചു കൊണ്ടുവന്ന് എനിക്കായിട്ട് ഇത്ര വലിയ യാഗമായി തീരുവാനായിട്ട് എന്നിന്റെ കർത്താവ് എന്ത് കണ്ടു. കർത്താവെ ഇത്രയധികം എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ, എനിക്ക് വേണ്ടി ഇത്രയധികം സഹിക്കാനായിട്ട് കർത്താവെ ഞാൻ എന്തുള്ളൂ എന്ന് കർത്താവിനോട് പറയും. നന്ദി കർത്താവെ. നമുക്ക് കർത്താവിന്റെ ആഘോഷനായിട്ട് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. നന്ദി കർത്താവെ. നന്ദി കർത്താവെ. എനിക്ക് വേണ്ടി അവിടുന്ന് യാഗമായി തീർന്നല്ലോ കർത്താവെ. എനിക്ക് വേണ്ടി അവിടുത്തെ ഉള്ളാണികളെല്ലാം കർത്താവെ ഉൾവിധാനം കയറപ്പെട്ടപ്പോഴെല്ലാം കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി സഹിച്ചല്ലോ, എനിക്ക് വേണ്ടി പിതാവിന് പരമേൽപ്പിച്ചു കൊടുത്തല്ലോ കർത്താവെ. എനിക്ക് വേണ്ടി മുൾക്കിരീടം സഹിച്ചതിനായിട്ട് കർത്താവെ ആ മുള്ളൊക്കെ കർത്താവെ തലയോട്ടിലേക്ക് ആഞ്ഞു പതിക്കുമ്പോഴൊക്കെ തുളച്ച് കയറുമ്പോഴൊക്കെ കർത്താവെ അവിടുന്ന് എല്ലാത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാത്തിനകത്ത് സ്തോത്രം ചെയ്തുകൊണ്ട്, പിതാവിനെ സന്തോഷിച്ചുകൊണ്ട് കർത്താവെ അവിടുന്ന് ആയിരുന്നുവല്ലോ കർത്താവെ. അതിനായിട്ട് കർത്താവെ എനിക്ക് മുന്നോടിയായി തീർന്നതിനായിട്ട് നന്ദി യേശുവേ. നന്ദി കർത്താവെ. കർത്താവെ കർത്താവിനെ അവരെല്ലാം ജയ എന്നൊക്കെ പറഞ്ഞ് കർത്താവെ വാഴുക രാജാവെ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുമ്പോഴും തുപ്പുമ്പോഴും കർത്താവെ ആ മുള്ള് ഒരു ചെങ്കോലും പോലെ കർത്താവിന്റെ കൈ കൊടുക്കും, അതെടുത്ത് പിന്നെ കർത്താവിന്റെ തലക്കടിക്കും ഒക്കെ ചെയ്യുന്നതൊക്കെ അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവെ ആ സാഹചര്യത്തിലൂടെ ഒക്കെ കർത്താവ് എനിക്ക് വേണ്ടി അവിടുന്ന് കടന്നു പോയതിനായിട്ട് നന്ദി പറയുന്ന നന്ദി കർത്താവെ. അവിടുത്തെ പൂർണ്ണതയോടെ സ്നേഹിപ്പാൻ കർത്താവെ, അവിടുന്ന് എത്രയധികം എന്നെ സ്നേഹിച്ചു എന്നുള്ളത് കണ്ട് കർത്താവെ അവിടുത്തെ സ്നേഹിപ്പാൻ ദൈവം എന്നെ പിതാവെ യേശു കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 4:19 പറയുന്ന പോലെ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം കർത്താവെ, ആ കർത്താവിനെ ആ ക്രൂശിലെ സഹനത്തില് ആ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ സഹനത്തിലൊക്കെ ഉള്ള കർത്താവിന്റെ ആ സ്നേഹത്തെ കണ്ട് കർത്താവെ അങ്ങേ ആഴത്തിൽ സ്നേഹിപ്പാൻ
കർത്താവെ പൂർണ്ണതയോടെ അങ്ങേ സ്നേഹിപ്പാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന വചനമൊക്കെ വൃതാവായി പോകരുത്. പൂർണ്ണതയോടെ സ്നേഹിപ്പാൻ, പൂർണ്ണതയോടെ അങ്ങേ അനുസരിപ്പാൻ, പൂർണ്ണതയോടെ ഞങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു മേഖലയും ഞങ്ങൾക്കായിട്ട് പിടിച്ചു വെക്കുന്നില്ല കർത്താവെ. എല്ലാ മേഖലകളും അവിടത്തേക്കായിട്ട് തുറന്നു തരുന്നു കർത്താവെ. അവിടത്തേക്ക് ഞങ്ങളുടെ സർവ്വസ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ ജീവിക്കാൻ കർത്താവെ. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രയും ജീവിക്കുന്നത് കർത്താവെ. അതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടെ നിന്ന് എനിക്കായിട്ട് മരിച്ചല്ലോ, അതുകൊണ്ട് കർത്താവിന് ഞാൻ ജീവിക്കുന്നത് എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ഞാൻ ജീവിക്കും കർത്താവെ. എന്നെ തന്നെ തരുന്നു കർത്താവെ. അവിടുത്തെ ആത്മാവിനെ നിറച്ച് അവിടുന്ന് തന്നെ എല്ലാം ജീവിക്കണം കർത്താവെ. നന്ദി കർത്താവെ. കർത്താവെ നന്ദി യേശുവേ, നന്ദി. ഇത്രത്തോളം എനിക്കായിട്ട് കർത്താവെ യാഗമായിട്ട് സ്തോത്രം ചെയ്യും. നന്ദി കർത്താവെ.